പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ, കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകൾ, വാങ്ങിക്കുന്ന രേഖകൾ, കാത്തിരിക്കുന്ന രേഖകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിന്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവവേദലെ, നീ വിഷമിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ
ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ കണ്ണീനിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും നീക്കാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നോൻപ് പകുതി കഴിഞ്ഞ് നിൽക്കുകയാണ്. ഈ പീഡാനുഭവ കാലങ്ങളിലേക്ക് പതുക്കെ പതുക്കെ പ്രവേശിക്കുകയാണ്, ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും. നമ്മളെ ഒത്തിരി കഥാപാത്രങ്ങളെ ഇവിടെ കണ്ടുമുട്ടുന്നുണ്ട് പീഡാനുഭവകാലത്തിൽ. അതിൽ എൻ്റെ ശ്രദ്ധയെ വല്ലാതെ പിടിച്ചു പറ്റിയിരിക്കുന്ന ഒരാളാണ് ക്ലോഡിയ. ക്ലോഡിയ ആരാണ്? പിലാത്തോസ്, ഗവർണർ പിലാത്തോസിൻ്റെ വൈഫാണ്. കർത്താവിനെ യഹൂദന്മാർ പിടിച്ച രാത്രിയിൽ ക്ലോഡിയയ്ക്ക് ഒരു ദർശനം ഉണ്ടാകും. കർത്താവിനെ വിസ്തരിക്കുന്നതിൻ്റെ സമയത്ത് ക്ലോഡിയ ആ ദർശനത്തെ സംശയിക്കാതെ ആ സ്വപ്നത്തിൽ ദൈവപദ്ധതി വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് റഷ് ചെയ്ത് വന്ന് പിലാത്തോസിനോട് പറയും, അത് നീതിമാനായ മനുഷ്യനാണ്, ആ നീതിമാനായ മനുഷ്യൻ്റെ മേൽ കൈവെക്കരുത്, എനിക്ക് അദ്ദേഹം മൂലം സ്വപ്നത്തിലേറെ ക്ലേശമുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ അത് ഒന്ന്, ഇന്ന് ആൾക്കാരെ തള്ളിക്കളയണല്ല. അതെനിക്ക് തോന്നിയായിരിക്കും. ഇന്നും ദൈവം മനുഷ്യനോട് സ്വപ്നത്തിലൂടെയും ദർശനങ്ങളിലൂടെയും ഇൻസിഡൻസിലൂടെയും ഇത് മാത്രം കമ്മ്യൂണിക്കേഷനാണ് വരണത്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ ഒന്നോ രണ്ടോ തള്ളിയാൽ പിന്നെ ആ വ്യക്തിയോട് ദൈവം കമ്മ്യൂണിക്കേഷനിലൂടെ സംസാരിക്കത്തില്ല. കാര്യം കമ്മ്യൂണിക്കേഷൻ സ്വീകരിക്കണമെങ്കിൽ ഒരു വിശ്വാസ നിലവാരം ഉണ്ടാകണം. നിലവാരം മാത്രമല്ല, ഒരു ദൈവസ്നേഹ നിലവാരം ഉണ്ടാകണം. അതായത് ആദ്യകാലം, ഇപ്പം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടേ, എനിക്ക് 2ാം ക്ലാസ്സിൽ വെച്ച് ഭയങ്കര പനി വന്നു. അപ്പോൾ ഞാനാണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്താണ് പനി കൂട്ടിയത്. രാവിലെയൊക്കെ എനിക്ക് നല്ല പനി ഉണ്ട്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, കുഞ്ഞുനാളെ കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും ഓർക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ അപ്പനോട് പറയാം, എന്തുണ്ടായാലും ഞാൻ അപ്പനോട് പറയും, അപ്പം പാടില്ല ചെന്ന് പറയും. അപ്പം ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ അന്നൊക്കെ ആശുപത്രിയൊന്നുമില്ല. പിന്നെ ആശുപത്രി പോകണമെങ്കിൽ ഒരു വള്ളക്കാരനെ വിളിക്കണം. വള്ളവും പിന്നെ അന്നൊക്കെ ആൾക്കാർ എന്തെങ്കിലും ക്ഷീണം കൂടുമ്പോൾ വള്ളവും ആളും പിടിക്കാനേ പറയത്തുള്ളൂ. ഇന്നിപ്പോൾ വണ്ടി പിടിക്കാനല്ല പറയണത്. ഞങ്ങളുടെ നാട്ടിൽ വള്ളവും കാരണം മുഴുവൻ തോടുകളാണ്, റോഡില്ല താനും. അപ്പോൾ ആൾക്കാർ വള്ളത്തിലാണ് പോകണം. അപ്പോൾ ഇതൊക്കെ ഭയങ്കര പണിയാണ്. ചിലപ്പോഴും വള്ളത്തിൽ പോയി കുത്തി പകുതിയാകുമ്പോൾ തന്നെ ആൾ മരിച്ചിട്ട് വെള്ളം തിരിച്ചു തന്നെ കാണാം. ഓരോരോ കാലം, ആ കാലമൊക്കെ നോക്കുമ്പോൾ എന്തുമാത്രം മാറി നമ്മൾ. അപ്പോൾ ഞാൻ അപ്പനോട്, ഞാൻ കിടന്നു പോയി, തീരാത്ത അവസ്ഥയായിപ്പോയി, പൊങ്ങാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ രാത്രി ഒരു സംഭവം ഉണ്ടായി. രാത്രി ഒരു പുറത്തൊരു മനുഷ്യൻ വന്ന് എൻ്റെ തലയിട്ട് ചവിട്ടി. കുതിര കൊണ്ട് 2-3 ചവിട്ടി. അപ്പോൾ ഞാൻ പേടിച്ച് എഴുന്നേറ്റ്. എന്നിട്ട് ഞാൻ കിടന്ന്. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ പനിയൊന്നുമില്ല. അപ്പം ഞാൻ അപ്പനോട് പറഞ്ഞ്, അപ്പാ ഇന്നലെ കുതിരപ്പുറത്തൊരാൾ വന്നായിരുന്നു, ആ കുതിര കൊണ്ട് അയാൾ എന്നെ ചവിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൻ കണ്ണ് നിറഞ്ഞ പോലെ എന്നെ നോക്കി. എന്താ കാര്യം വെച്ചാൽ, ഞങ്ങളുടെ ഫൊറോണ പള്ളി മനക്കുടം പള്ളിയാണ്. അവിടെയാണ് ഏറ്റവും വലിയ ആൾക്കാരൊക്കെ പോണ തീർത്ഥാടനം പോലെ. അത് പുരാതനമായ പള്ളിയാണ്, 9ാം നൂറ്റാണ്ടിലുള്ള പള്ളിയാണ്. അത് ഫൊറോണ പള്ളിയാണ്. അപ്പോൾ ആൾക്കാർക്ക് അതിനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് മനക്കുടം എന്ന പേര്. ഞാൻ അവിടെയാണ് ആദ്യം വികാരിയായിട്ടിരുന്നത്, അസിസ്റ്റൻ്റായിട്ടും പിന്നെ വികാരിയായിട്ടിരുന്നത്. അപ്പോൾ ആ പള്ളിയിൽ പുണ്യാളനുള്ളത് ഗീവരസ് പുണ്യാളനാണ്. അപ്പം അപ്പൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അക്കാലങ്ങളിലൊക്കെ ഏറ്റവും അടുത്തത് അതാണ്. അതുകൊണ്ട് അപ്പം പറഞ്ഞു, പുണ്യാള കൊച്ചിന് അസുഖമാണ്, ഞാനെവിടെ പോകാനാണ്. അപ്പം ഞാനെവിടെ പോകാനാണ് ചോദിച്ചതിനാണ് പുണ്യാളൻ ഇങ്ങോട്ട് വന്നത്. ഇങ്ങനെ ജീവിച്ച ഒരു തലമുറ ഉണ്ടായിരുന്നു നമുക്ക്. ഇന്ന് ആ തലമുറ കാലഹരണപ്പെട്ടു പോയി. ഇന്ന് പുണ്യാളം വന്ന് ചവിട്ടിയാൽ പിള്ളേർ പറയത്തില്ല. അതിന് വിശ്വാസം ഉണ്ടാകണം, അതിനൊരു വിശ്വാസം ഉണ്ടാകണം. ആ പുണ്യാളിൻ്റെ അടുത്ത് പറയണമെങ്കിലും ഒരു വിശ്വാസം ഉണ്ടാകണം. അത് വളരെ പ്രാക്ടിക്കൽ ഫെയ്ത്താണ്. ഇന്നിപ്പോൾ പഠനമൊക്കെ കയറിയപ്പോൾ ദൈവം അങ്ങനെ ചെയ്യുമോ,
പിന്നെ ഓരോരുത്തരെയും തലക്ക് നിന്ന് ചവിട്ടാൻ പോവുകയല്ലേ, ഇതൊക്കെ ചുമ്മാ തോന്നിയതാണെന്നൊക്കെ പറയും. അങ്ങനെ പറയണത് നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആൾക്കാരെ ദൈവത്തിന് മാറ്റാനില്ല. പിന്നെ അതായത് ഹൃദയശുദ്ധി ഉള്ളവർ ദൈവത്തെ കാണുമെന്നേ പറയണം. അതുകൊണ്ട് എനിക്ക് പറയണത് അവഗണിക്കരുത് ദൈവിക കാര്യം. ക്ലോഡിയ അതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് ആളാണ്. മത്തായി 27:19 മാത്രമല്ല അവൻ ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ പിലാത്തോസ് ന്യായാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുമ്പോൾ അവന്റെ ഭാര്യ അവന്റെ അടുത്തേക്ക് ആളയച്ചറിയിച്ചു ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൻ മൂലം സ്വപ്നത്തിൽ ഞാൻ ഇന്ന് വളരെയേറെ ക്ലേശിച്ചു. ക്ലോഡിയ സ്വപ്നം വിശ്വസിച്ചു, പക്ഷെ പീലാത്തോസും വിശ്വസിച്ചു. പക്ഷെ അധികാരം ആക്രാന്തവും കാരണം അദ്ദേഹം ഒരു വല്ലാത്ത അവസ്ഥയിലായി പോയി. അതുകൊണ്ട് എന്ത് ചെയ്ത്, ക്ലോഡിയ പറഞ്ഞ വാക്കുകൾ കേട്ടു, ജനം പറഞ്ഞ വാക്കുകൾ കേട്ടു, രണ്ടും കേട്ടു. ജനം പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് പുള്ളി കസേര ഉറപ്പിച്ചു. അല്ലെങ്കിൽ ജനം പോയി റിപ്പോർട്ട് ചെയ്യും സീസറിൻ്റെ അടുത്ത്. സീസറിൻ്റെ ഗവർണറല്ല ഇയാൾ. ജനം ഇയാൾക്കെതിരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സീസർ ഇയാളെ മാറ്റിയിട്ട് വേറെ ആളെ വെക്കും. അതുകൊണ്ട് സീസറിനെ അയാൾ കേൾക്കേണ്ടി വരും. ജനത്തിനെ അയാൾ കേട്ടു, ക്ലോഡിയനെ അയാൾ കേട്ടു. എന്താ അതുകൊണ്ടാണ് കൈ കഴുകണത്. പിലാത്തോസ് കൈ കഴുകാൻ കാര്യം എന്താ? ക്ലോഡിയ പറഞ്ഞിട്ടാണ്. ഈ മനുഷ്യൻ നീതിമാനാണെന്ന് പറഞ്ഞു. അതാണ് അയാൾ പറഞ്ഞത്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. മത്തായി 27:24 അവനെ ക്രൂശിക്കുക ബഹളം വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ലെന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് വെള്ളമെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അത് നിങ്ങളുടെ കാര്യമാണ്. അതാണ് വിഷയം. ഈ നീതിമാൻ എന്ന് പറഞ്ഞത് ആരാണ്? ക്ലോഡിയാണ് പറഞ്ഞത്. ക്ലോഡിയ പറഞ്ഞത് ആരും വിശ്വസിച്ചതല്ല എൻ്റെ അർത്ഥം. ക്ലോഡിയയുടെ സ്വപ്നത്തെ ക്ലോഡിയ വിശ്വസിച്ചു. ക്ലോഡിയ പറഞ്ഞത് പിലാത്തോസ് വിശ്വസിച്ചു. പക്ഷെ വിശ്വസിച്ചെങ്കിൽ ഒരു കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ വിശ്വാസം അവർക്ക് പ്രയോജനപ്പെടത്തില്ല. എന്താ കാര്യം? വിശ്വാസം പ്രയോജനപ്പെടണമെങ്കിൽ അത് പ്രവർത്തികളിലൂടെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഹെബ്രായർ പറയണത്, ഹെബ്രായർ 4:2 അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം പിലാത്തോസ് കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. വിശ്വസിച്ചു എന്ന് പറഞ്ഞാലേ, വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ പ്രവർത്തികൾ വേണം. കസേര പോകാതിരിക്കാൻ വേണ്ടിയാണ് അയാള്, അതായത് കസേര പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കർത്താവിനെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. വിശ്വസിച്ചു, പക്ഷെ പ്രവർത്തിച്ചത് മറിച്ചായി പോയി. ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. എല്ലാവർക്കും ഉണ്ടാൻ പറ്റുന്ന സംഭവമാണ്. എല്ലാവരും വിശ്വസിക്കും, പക്ഷേ പ്രവർത്തികൾ മറിച്ചായി പോകും. ഇത് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതാണ്. കാര്യം ഇതിനുള്ള മാർഗത്തിലേ ഉള്ളൂ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് ഈശോ പറഞ്ഞില്ലേ? ഇങ്ങനൊരു സിറ്റുവേഷനിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് പറ്റത്. ഈ പിലാത്തോസ് ഇങ്ങനൊരു അവസ്ഥ ചെന്ന് ചാടിയതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് അവസാനം പിലാത്തോസ് ആത്മഹത്യ ചെയ്യണതേ. പിലാത്തോസ് ചരിത്രം അവസാനിക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നു എന്നാണ്. സങ്കടകരമായൊരു അവസ്ഥയാണത്. അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നന്മകൾ ഉണ്ടായിരുന്ന മനുഷ്യനാണ്, പക്ഷേ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. പ്രൊട്ടക്ഷൻ പോയി, സംരക്ഷണം പോയി. നോട്ട് ദ പോയിന്റ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കൃപാസനം അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എനിക്ക് യാതൊരുവിധ യോഗ്യതകളോ ഇല്ലാതിരുന്നിട്ടും ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മിനി സുനിൽ. ഞാൻ വരുന്നത് അങ്കമാലി വടക്കേ കിടങ്ങൂർ സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ 24 ആയിരുന്നു.
അന്ന് ഞാൻ ആദ്യമായി ഞാൻ വെച്ച നിയോഗം എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സാകാൻ വേണ്ടിയായിരുന്നു. കാരണം ഞാൻ 2 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തിട്ടും ഞാൻ 2 പ്രാവശ്യം ഫെയിലായിരുന്നു. ഇനിയും വീണ്ടും അറ്റംപ്റ്റ് ചെയ്താലും ഞാൻ പാസ്സായില്ല എന്ന് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഒരാഴ്ച മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഇനിയും ഞാൻ 3-ാം പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ 60 ദിവസം കഴിഞ്ഞ് വീണ്ടും ലേണേഴ്സ് പാസ്സായിട്ട് വീണ്ടും ഞാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴും ഞാൻ 4 വീലർ ഞാൻ പാസ്സാവുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ലായിരുന്നു. കാരണം 2 പ്രാവശ്യം എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഫെയിലായിരുന്നു. എനിക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ഇല്ല എന്നുള്ള കാരണത്താലായിരുന്നു ഫെയിലായത്. അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം പിറ്റേ ആഴ്ച ഞാൻ മാതാവിൻ്റെ ആ കൊന്തയും ആ കൊന്തയിൽ എൻ്റെ കഴുത്തിൽ കാശുരൂപം എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അപ്പം അത്ഭുതകരമായിട്ട് ആ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയ ആ സാറ് എന്നോട് ഇങ്ങോട്ട് പറയായിരുന്നു, മോളെ ഞാൻ പാസ്സാക്കി വിടാണെന്ന് പറഞ്ഞു. എന്നെ പേരിന് ആ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി എന്നെ പാസ്സാക്കി വിട്ടത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ടായതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് 3ാമത്തെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ വയറിൻ്റെ ഇടതുവശത്ത് ഒരു മുഴ അങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരുമായിരുന്നു. ഞാൻ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും എനിക്ക് വയറ് നിറഞ്ഞ് ശ്വാസം മുട്ടുന്ന പോലെ ഈ മുഴ അങ്ങനെ മുകളിലേക്ക് കയറി വന്ന് കുത്തിക്കൊള്ളുന്ന പോലെ എടുക്കുമായിരുന്നു. അപ്പോൾ ഞാനത് ഉടമ്പടിയിൽ വെച്ചില്ല, പക്ഷേ ഞാനത് നിയോഗം പോലെ പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അത് 3-ാം പ്രാവശ്യം ഉടമ്പടി പുതുക്കി കഴിഞ്ഞതിന് ശേഷം തന്നെ എനിക്ക് അത് മാറി. ഇപ്പോൾ എനിക്ക് അതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടില്ല. എപ്പോഴാണത് മാറിയെന്ന് പോലും എനിക്ക് അറിയില്ല. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിരുന്നു. അന്ന് എനിക്ക് കേട്ടറ്റ് എക്സാം പാസ്സാവാനും അതുപോലെ IELTS എക്സാം പാസ്സാവാനുമായിരുന്നു ഞാൻ ഉടമ്പടി വെച്ചത്. അത് കേട്ടറ്റ് എക്സാമിൻ്റെ ആൻസർ കീ കിട്ടിയപ്പോൾ ഞാൻ എഴുതിയ ആൻസറുകൾ വെച്ച് ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് പാസ്സാവാനായിട്ട് 3 മാർക്ക് കൂടി വേണമായിരുന്നു. അപ്പോൾ ഞാൻ ഫെയിലായെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. പക്ഷേ ഞാനത് ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഞാൻ പ്രതീക്ഷയോടെ ഞാൻ പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ആ 3 മാർക്ക് കൂടി മാധവ് തന്നെ എന്നെ പാസ്സാക്കി. മാധവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞാൻ ഒന്നും പഠിക്കാതെ പോയി എഴുതിയ IELTS എക്സാം ഞങ്ങളുടെ അടുത്തൊരു റിലേറ്റീവ് മരിച്ച കാരണം എനിക്കൊന്നും പഠിക്കാൻ സാധിച്ചിരുന്നില്ല. ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച് ആ ഒരു ഉറപ്പിൽ ഞാൻ ചെന്ന് എഴുതി എനിക്ക് നല്ല സ്കോർ നൽകി മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് വളരാൻ സാധിച്ചു. ഞാൻ എല്ലാ 2 ആഴ്ച കുമ്പസാരിക്കാനും എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കാനും കുർബാനയിൽ പങ്കെടുക്കാനും ബൈബിൾ വായിക്കാനും എനിക്ക് സാധിക്കുന്നു. അതുപോലെ ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ അത്ര താല്പര്യം കാണിച്ചിരുന്ന ആളല്ല, പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ തന്നെ മുൻകൈ എടുത്ത് കുടുംബ പ്രാർത്ഥന ചെല്ലാനായിട്ട് ആരംഭിച്ചു. അതുപോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഉടമ്പടി പത്രം വാങ്ങിച്ചു കൊണ്ടുപോയി ഞാൻ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ അടുത്തും അതുപോലെ അങ്കമാലിയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അതുപോലെ പള്ളികളിൽ വീടുകളിലെല്ലാം കയറി ഇറങ്ങി ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. അതുപോലെ കാരുണ്യ പ്രവർത്തികളായിട്ട് രോഗികളെ സന്ദർശിക്കുകയും അതുപോലെ ഞങ്ങളുടെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ പ്രായമായ അപ്പന്മാരാണുള്ളത്. അവരുടെ അടുത്ത് പറ്റുന്ന ഞായറാഴ്ചകളിലെല്ലാം ഞങ്ങൾ പോയി അവിടെ ക്ലീനിങ്ങിനും മറ്റും സഹായിക്കുകയും അവരോട് കുറേ സമയം ചെലവിടുകയും ഇടയ്ക്ക് അവർക്ക് ഭക്ഷണം ഞങ്ങൾ കൊണ്ടുകൊടുക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ ഇത്രയും വലിയ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. വ്യക്തിപരമായിട്ടും അല്ലാതെയും ഞങ്ങൾ ആത്മീയമായി ഒരുപാട് വളർത്താൻ സാധിച്ചു. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞ് എനിക്ക് അറിയാതെ തന്നെ എൻ്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുമായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് സന്തോഷമൊന്നും എൻ്റെ ശ്വാസം മുട്ടുന്ന പോലെ എനിക്ക് സന്തോഷത്തിൻ്റെ ഹൃദയം വീർപ്പ് മുട്ടുന്ന പോലെയുള്ള അനുഭവമാണ് എനിക്ക് ഉണ്ടാകാറുള്ളത്. അത് ആത്മീയമൊരു ആനന്ദം അനുഭവിക്കാൻ എനിക്ക് സാധിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. ഇനിയും ഈ ആൾത്താരിൽ കയറി നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെയും നിങ്ങളെയും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. സങ്കീർത്തനങ്ങൾ 91:15 തിരുവചനം. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മിനി സുനിൽ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ പരിശുദ്ധമ്മയുടെ തിരുവൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി അതിൻ്റെ പ്രാഥമികമായ അർത്ഥത്തിൽ ദൈവവുമായി ബോധപൂർവം നാം പ്രവേശിക്കുന്ന ഒരു ബന്ധമാണ്. ഉത്തരവാദിത്വമുള്ള ഒരു ബന്ധമാണ്. എന്തെങ്കിലും കാര്യം ദൈവസന്നിധിയിൽ പറയുന്നത് മാത്രമല്ല,
ദൈവസന്നിധിയിൽ നാം വാക്കുകൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്ന മേഖലകളിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ അത് തിരുത്തുകയും പരിഹരിക്കുകയും ദൈവത്തിന് പ്രഥമസ്ഥാനം ജീവിതത്തിൽ നൽകുമെന്ന് വാക്കുകൊടുത്തുകൊണ്ട് നാം ഒരു ബന്ധത്തിലേക്ക് സവിശേഷമാംവിധം പ്രവേശിക്കുന്നതാണ് മരിയൻ ഉടമ്പടി. അതുകൊണ്ട് അതിൻ്റെ നിബന്ധനകളിൽ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുവാനും ചില കാര്യങ്ങൾ ജീവിക്കുവാനുമുള്ള കൃത്യമായ നിർദ്ദേശവും നാം അത് പാലിക്കുന്നുവെന്ന് അമ്മയുടെ തിരുവൾത്താരയിൽ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് ആ ഉടമ്പടിയിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമുക്ക് മാനുഷികമായി നടക്കില്ലെന്നുറപ്പുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ടോ നമുക്കുള്ള അറിവ് കൊണ്ടോ നമുക്കുള്ള ബന്ധുബലം കൊണ്ടോ സാധിക്കില്ലെന്ന് നാം കാണുന്ന കാര്യങ്ങൾ, അവയ്ക്ക് ദൈവികമായ തീരുമാനം ലഭിക്കുന്നതിന് വേണ്ടി അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നവയാണ്. അതുകൊണ്ട് ഓർക്കണം, അന്ന് ഗലീലയുടെ കടൽത്തീരത്ത് ജീവിച്ചവനും സൗഖ്യപ്പെടുത്തിയവനും അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ചവനും അതേ കർത്താവ്, അതേ ഈശോ ഇന്ന് ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഈശോയ്ക്ക് പ്രഥമ സ്ഥാനം നൽകി ഏതൊക്കെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ അതേ കർത്താവ് നിൻ്റെ കണ്ണുകൾക്ക് കാഴ്ച നൽകും, നിൻ്റെ ചെവിക്ക് കേൾവി നൽകും, നിൻ്റെ ഹൃദയത്തിന് ജ്വലനം നൽകും. നിൻ്റെ ജീവിത വഴികളുടെ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് രോഗികളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ജീവിത വഴി ഏതെന്ന്, മേൽഗതിയുടെ വഴി ഏതെന്ന് നിനക്ക് തെളിച്ചു തരികയും ചെയ്യും. നമുക്ക് മനസ്സാന്തരത്തിൻ്റെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തയ്യാറാണെങ്കിൽ, സുവിശേഷ വിഹിതമായി ജീവിക്കുവാൻ നാം തീരുമാനിച്ചവരാണെങ്കിൽ, ഉടമ്പടി നമുക്ക് വലിയ അനുഗ്രഹത്തിൻ്റെ അടയാളമായി അമ്മ മാതാവ് ഈശോയിലൂടെ നമുക്ക് നേടിത്തരും. അതുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച ജീവിതത്തിൻ്റെ ഓരോ അനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ഉടമ്പടിയിൽ ആഴപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ച ഈശോ അപ്പായ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം തുടങ്ങട്ടെ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. 1 കൊരിന്തോസ് 15:10. ഞാൻ ആദ്യമായി കൃപാസനത്തിലേക്ക് വരുന്നത് 2024 ജനുവരി 12-ാം തീയതിയാണ്. എൻ്റെ പേര് ഡാലി ആൻഡോ, ഹസ്ബൻഡ് ആൻഡോ. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപത പാറേക്കാട്ടുകര ഇടവകയിൽ നിന്നും വരുന്നു. 2015 എനിക്ക് ഒരു കൃപാസനം പത്രം കിട്ടി. അതിലൂടെയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. അന്ന് ആ പത്രം ഞാൻ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചു. ഞാൻ വായിക്കുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഞങ്ങളുടെ ജീവിതം തുടർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ 2 വർഷത്തോളം വീട്ടിൽ കുടുംബ പ്രാർത്ഥനയും കുമ്പസാരമോ വിശുദ്ധ കുർബാനയോ ഇല്ലാതെ കടന്നു പോകുമ്പോൾ ഈശോയോട് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ള ഒരു തെറ്റായ ധാരണയോടുകൂടിയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടി തകർന്ന് തരിപ്പണമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ 2023 ഡിസംബറിൽ ഒരു ചേച്ചി എന്നെ കൃപാസനത്തിലേക്ക് ക്ഷണിച്ചു. അന്ന് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, എൻ്റെ ജീവിത പങ്കാളി ഈ മണ്ണിൽ എന്ന് കാലുകുത്തുന്നുവോ അന്നല്ലാതെ ഞാൻ അമ്മയുടെ മണ്ണിലേക്ക് കടന്നു വരില്ല എന്ന്. എൻ്റെ ജീവിത പങ്കാളി ഒരു പള്ളിയിൽ പോകുവാനോ ഒന്നിനും സമ്മതിക്കുമായിരുന്നില്ല. അങ്ങനെ അന്ന് മുതൽ ഞാൻ പ്രാർത്ഥന ആരംഭിച്ചു. 2024 ജനുവരി 11-ാം തീയതി ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഞാൻ നാളെ കൃപാസനത്തിൽ പോവുകയാണ്, ചേട്ടൻ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പോരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ എൻ്റെ കൂടെ പോന്നിട്ട് അവിടെ ചെന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കാനാണെങ്കിൽ എൻ്റെ കൂടെ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇല്ല ഞാൻ പോരാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇവിടെ വന്നു. രാവിലെ 7 മണിക്ക് ഉടമ്പടി ക്ലാസ്സിൽ കയറി. ഞാൻ ഉടമ്പടി ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് 1 മണിക്കാണ്. അത്രയും സമയം എൻ്റെ ജീവിത പങ്കാളി ഈ ആലയത്തിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോയി ഞങ്ങളുടെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ ഇവിടെ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ സാമ്പത്തിക ബാധ്യത 22 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏപ്രിൽ മാസത്തിൽ KSF-ൽ ഒരു ചിട്ടി ചേർന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്നോട് പറയുമായിരുന്നു, KSF-ൽ ചിട്ടി ചേർന്നിട്ട് വിളിക്കാൻ സാധിക്കില്ല എന്ന്. അങ്ങനെ 3-ാമത്തെ മാസം ഞാൻ ചിട്ടി വിളിക്കാനായിട്ട് എഴുതി കൊടുത്തിരുന്നു. ഏപ്രിൽ മാസം 21-ാം തീയതി ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ചിട്ടി വിളിക്കാൻ പോകാനിരുന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു,
നമ്മൾ 3.5 ലക്ഷം രൂപയ്ക്ക് ചിട്ടി വിളിക്കാൻ എഴുതി കൊടുത്തിരിക്കുന്നതാണ്, ഇനി നമ്മൾ പോകേണ്ട കാര്യമില്ല എന്ന്. 12:30 ആയപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു, നീ പോകൂ എന്ന്. അപ്പോൾ തന്നെ ഞാൻ റെഡിയായി പോയി. 1 മണിക്ക് ചിട്ടി വിളിക്കാൻ ഞാൻ അവിടെ പോകുമ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, എന്നെ നാണം കെടുത്താനായിട്ട് അമ്മ എന്നെ അവിടെ കൊണ്ടുപോകരുതേ എന്ന്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഓഫീസിൻ്റെ ഫ്രണ്ടിലെ വാഹനങ്ങൾ കണ്ട് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ, എന്നെ നാണം കെടുത്താൻ വേണ്ടിയാണോ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ അകത്തേക്ക് കയറൂ എന്ന്. അങ്ങനെ ഞാൻ അകത്ത് കയറി. അവിടുത്തെ ക്ലർക്കിനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അവിടെ ഇരുന്നോ, സമയമാവുമോ ഞാൻ വരുമെന്ന്. വീട്ടിൽ നിന്ന് പോയപ്പോൾ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞിരുന്നു, ഞാൻ വിളിക്കാൻ പോകുന്ന ചിട്ടിക്ക് ഞാനല്ലാതെ വേറൊരു വ്യക്തി പോലും അവിടെ ഉണ്ടാകരുതേ എന്ന്. അങ്ങനെ ചിട്ടി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വിളിക്കുന്ന ചിട്ടിയിൽ 9 വ്യക്തികൾ ചിട്ടി വിളിക്കാൻ എഴുതി കൊടുത്തിരുന്നു. ഞാനല്ലാതെ വേറൊരു വ്യക്തി പോലും അവിടെ സന്നിഹിതയായിരുന്നില്ല. അങ്ങനെ ചിട്ടി സ്റ്റാർട്ട് ചെയ്തു. 3.5 ലക്ഷം രൂപയ്ക്ക് വിളിക്കാൻ എഴുതി കൊടുത്തിരുന്ന ചിട്ടി 4,09,000 രൂപയ്ക്ക് എൻ്റെ അമ്മ മാതാവ് എനിക്ക് നൽകി അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാനുകോടി നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ കാലിൽ വെരിക്കോസ് വെയിൻ്റെ അസുഖമുണ്ടായിരുന്നു. 17 വർഷത്തോളമായി ഞാൻ വെരിക്കോസ് വെയിൻ്റെ അസുഖം മൂലം ബുദ്ധിമുട്ടുന്നു. 8 വർഷത്തോളമായി ഷുഗർ എനിക്കുണ്ട്. അങ്ങനെ ഞാൻ വെരിക്കോസ് വെയിന് ഡോക്ടറെ കണ്ടിരുന്നു. ഒരുപാട് ഓയിൽമെൻറ്റുകളും മെഡിസിനുകളും തന്നു. നിസ്സാര സമയത്ത് ശമനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ 2024 ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു. എനിക്ക് 5 മിനിറ്റ് നടക്കുവാനോ നിൽക്കുവാനോ സാധിക്കാത്തൊരു വ്യക്തിയായിരുന്നു. 2024 ജപമാല റാലിയിൽ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് പോയിരുന്നു. വെരിക്കോസ് വെയിൻ്റെ അസുഖം മാറാനോ മസിൽ കയറുന്ന അസുഖം മാറാനോ ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല. എൻ്റെ വലത് കാലിൽ മുട്ടിന് മുകളിലായി ഞരമ്പ് വലിയുന്ന ഒരു അസുഖവും ഉണ്ടായിരുന്നു. ഞാൻ 2 ഡോക്ടർമാരെ കണ്ടപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഡോപ്ലർ സ്കാൻ ചെയ്ത് നോക്കാം, ബ്ലോക്ക് ഉണ്ടെന്ന്. പക്ഷേ ഞാൻ അതിനൊന്നും തയ്യാറായില്ല. ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്ത് അന്ന് വീട്ടിൽ ചെന്നതിന് ശേഷം ഇതുവരെ എനിക്ക് ഈ അസുഖം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാനുകോടി നന്ദി പറയുന്നു. മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ പട്ടയമാണ്. ഞങ്ങൾ താമസിക്കുന്ന വീടിന് 18 വർഷത്തോളമായി പട്ടയമില്ല. ഞങ്ങളവിടെ 3 വീട്ടുകാരാണ് താമസിക്കുന്നത്. അവർ 40 വർഷം 30 വർഷമായ വ്യക്തികളാണ്. ഞങ്ങൾ 18 വർഷമായി ആ സ്ഥലം വാങ്ങിച്ചിട്ട്. ഞങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന വ്യക്തി 42 വർഷത്തോളം അവിടെ പട്ടയമില്ലാതെ താമസിച്ചിരുന്നു. ആ വ്യക്തിയിൽ നിന്നും ഞങ്ങൾ സ്ഥലം വാങ്ങിയപ്പോൾ ആ വ്യക്തി ഞങ്ങളോട് പറഞ്ഞു, ഇതിന് പട്ടയം കിട്ടില്ല, ഇത് പുറമ്പോക്കാണെന്ന്. അപ്പുറത്തുള്ള പറമ്പുകാരൻ ഞങ്ങളോട് പറഞ്ഞു, അത് വാങ്ങിക്കോളൂ, ഞങ്ങളുടെ കയ്യിൽ ആധാരമുണ്ട്, ഞാൻ തരാമെന്ന്. അങ്ങനെ വാങ്ങി. ഞങ്ങൾ വില്ലേജിൽ ചെന്നപ്പോൾ അറിഞ്ഞു ഇത് പുറമ്പോക്ക് ഭൂമിയാണ്, അതിന് ആധാരം തരാൻ പറ്റില്ല എന്ന്. അന്ന് മുതൽ ഞങ്ങൾ പട്ടയത്തിനുള്ള അപേക്ഷ കൊടുത്തുകൊണ്ടിരുന്നു. 2024 മെയ് മാസത്തിൽ ഞാൻ ജോസഫ് അച്ഛനെ കണ്ട് ഫയൽ കൊടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. അച്ഛൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു കാശ് രൂപം തന്നിട്ട് എന്നോട് പറഞ്ഞു, സാക്ഷ്യം പറയാൻ തയ്യാറായിക്കോ മോളെ എന്ന്. ആ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി. 2024 ജൂൺ മാസത്തിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ ആദ്യമായി ഞങ്ങളുടെ വില്ലേജിൽ മാത്രം റീസർവേ ആരംഭിച്ചു. പട്ടയം കിട്ടാനുള്ള തടസ്സം എന്ന് പറയുന്നത് റീസർവേ കഴിയാത്ത കാരണം പുറമ്പോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു. ജൂണിൽ റീസർവേ കഴിഞ്ഞു. അവിടേക്ക് പുതിയതായി വന്ന സ്റ്റാഫ് പറഞ്ഞു, നമുക്ക് പുതിയ അപേക്ഷ കൊടുക്കാമെന്ന്. അങ്ങനെ 3 കൂട്ടുകാരുടെയും അപേക്ഷ ഞങ്ങൾ നൽകി. അങ്ങനെ തുടർന്ന് അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചവർ ഞങ്ങളോട് പറഞ്ഞു, നീ ഇത്രയ്ക്കൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നിൻ്റെ മാതാവിന് അത്ര ശക്തി ഉണ്ടെങ്കിൽ നിൻ്റെ കൃപാസന മാതാവ് നിനക്ക് പട്ടയം വാങ്ങിത്തരട്ടെ എന്ന്. അത്രയും നാൾ ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നത്, എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി യേശുനാമത്തിൽ എന്നെ ഉയർത്തണമേ എന്നായിരുന്നു. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അമ്മേ, ഞാൻ ഒരിക്കലും അമ്മയെയോ ഈശോയെയോ വിട്ടുപോകില്ല.
പക്ഷേ മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനായി എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പട്ടയത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അവസാനം ഇന്നലെ ഈ പട്ടയം ഞങ്ങളുടെ കയ്യിൽ തൃശ്ശൂർ പട്ടയമേളയിൽ വെച്ച് ഞങ്ങൾക്ക് ലഭിച്ചു. ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞിരുന്നു, ഈ പട്ടയം എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷമേ എൻ്റെ നാട്ടിലുള്ള ആരുപോലും അറിയൂ എന്ന്. 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ പട്ടയം ഞങ്ങൾക്ക് ലഭിച്ചത്. ഇപ്പോഴും ഞങ്ങളുടെ അപ്പുറത്തുള്ള വ്യക്തികൾക്ക് പട്ടയം ലഭിച്ചിട്ടില്ല. ഈ സ്ഥലം മൊത്തം 60 വർഷമായിട്ട് പട്ടയമില്ലാതെ കിടക്കുന്ന ഭൂമിയാണ്. ഇത്രയും വലിയ അനുഗ്രഹം നേടിത്തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോ അപ്പായ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അടുത്തതായി എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസാണ്. ഞാൻ 2 വീലർ ലൈസൻസ് എടുത്തിട്ട് 8 വർഷം കഴിഞ്ഞിരുന്നു. അതിനുശേഷം 4 വീലർ ലൈസൻസ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഹസ്ബൻഡും ഞാനും ഡ്രൈവിംഗ് ലൈസൻസിന് പോയി ചേർന്നിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ സ്കൂളിൽ പോയി ചേർന്നു. അങ്ങനെ ഞാൻ ഡ്രൈവിങ്ങിന് നന്നായി വണ്ടി ഓടിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഡ്രൈവിങ്ങിന് പോയി. അപ്പോൾ ഞാൻ രാവിലെ ഈശോയോട് കുർബാനയിൽ പ്രാർത്ഥിച്ചിരുന്നു, നിൻ്റെ സാന്നിധ്യം എനിക്ക് അവിടെ പ്രകടമാക്കി തരണമേ എന്ന്. ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി. അവിടെ ഈശോയുടെ ശക്തമായ സാന്നിധ്യം ഞാൻ ഓരോ നിമിഷവും അനുഭവിച്ചു. എൻ്റെ ഉടമ്പടിയിലെ സാക്ഷ്യമായിരുന്നു എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും ഫസ്റ്റ് ചാൻസിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെന്ന്. കഴിഞ്ഞ ഡിസംബർ 23-ാം തീയതി എനിക്കും ഫെബ്രുവരി 17-ാം തീയതി ഹസ്ബൻഡിനും ഡ്രൈവിംഗ് ലൈസൻസ് ഫസ്റ്റ് ചാൻസിൽ തന്നെ തന്ന് അനുഗ്രഹിച്ച ഈശോപ്പായ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ ഉടമ്പടി എടുത്തിട്ട് 2 വർഷമായി. ഞാൻ എല്ലാ മാസവും ഇവിടെ വരും. എനിക്ക് എവിടെ നിന്നാണ് ഇവിടെ വരാനുള്ള പൈസ എന്ന് എനിക്കറിയില്ല. എനിക്ക് എങ്ങനെയെങ്കിലും തലേ ദിവസം ഇവിടെ വരാനുള്ള പൈസ റെഡിയാക്കി അമ്മ തരും. ഞാനിവിടെ വന്ന് എല്ലാ മാസവും പത്രം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി അതിൽ ബൈബിൾ വചനങ്ങൾ ഓരോന്നും ഓരോ പത്രത്തിലും എഴുതി വീടുകൾ കയറി ഇറങ്ങി ഞാൻ പത്രം കൊടുക്കും. കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തിരുന്നത് പൊതിച്ചോറുണ്ടാക്കി വഴിയരികിൽ ഭിക്ഷയാചിക്കാനിരിക്കുന്നവർക്ക് കൊണ്ടുകൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ മുൻപിൽ കൈനീട്ടുന്നവർക്ക് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ബൈബിൾ ഒരു പ്രാവശ്യം മുഴുവനായിട്ടും വായിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആത്മീയ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു എന്ന് പറയാൻ തന്നെ എനിക്കിപ്പോൾ നാണമാണ്. കാരണം ഞാൻ അത്രയും തകർന്ന അവസ്ഥയിലായി പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ആത്മീയമായിട്ട് വളരെയധികം ഉയർന്നു. ഓരോ ദിവസവും വീട്ടിൽ ബൈബിൾ വായിക്കാനും ബൈബിൾ വചനങ്ങൾ ഷെയർ ചെയ്യാനുമാണ് കൂടുതൽ സമയം ഞങ്ങളിപ്പോൾ കണ്ടെത്തുന്നത്. പിന്നെ കുമ്പസാരം, കുർബാന, കുടുംബ പ്രാർത്ഥന, ഇത് 3ഉം ഞങ്ങളുടെ ജീവിതത്തിൽ മുൻപുണ്ടായിരുന്നില്ല. ഇപ്പോൾ വളരെയധികം മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഇനിയും ഒരിക്കൽ കൂടി ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ അൾത്താരയിൽ ഇതിലും വലിയ സാക്ഷ്യം നൽകാൻ അമ്മ അനുവദിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഇവിടെ അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ഭൂമുഖത്തുള്ള എല്ലാ ജനതയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 16-ാം വചനമാണ്. ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിച്ചപ്പോൾ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ വിജയവും യാത്രയും അർത്ഥശൂന്യമാണ്. മോശ മനസ്സിലാക്കിയത് ഒന്നാണ്, വാഗ്ദത്ത ദേശം ലഭിക്കുന്നതിന് പ്രധാനപ്പെട്ടത് ദൈവം കൂടെയുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നാം പറയുന്നു, എനിക്ക് ജോലി വേണം, ഭവനം വേണം, പരീക്ഷയിൽ നല്ല വിജയം വേണം, സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാം. പക്ഷേ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവസാന്നിധ്യം ഇല്ലെങ്കിൽ ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. യഥാർത്ഥ സമാധാനവും സന്തോഷവും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ്. ദൈവം കൂടെയുള്ള, ദൈവം വ്യത്യസ്തരാക്കിയ മക്കളുടെ ഒരു സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. ഉടമ്പടി ജീവിതത്തിലെ മക്കളാണ്. മറ്റു പല ജനതകളിൽ നിന്നും ഭൂമുഖത്തുള്ള മറ്റ് എല്ലാവരിൽ നിന്നും വ്യത്യസ്തരായവർ. ഒരുപക്ഷെ അവർ ക്രിസ്ത്യാനികളായിരുന്നായിരിക്കാം. പക്ഷെങ്കിൽ
ഉടമ്പടി ജീവിതത്തിൽ അവരെ വ്യത്യസ്തരാക്കുന്നത് അവരുടെ ഉടമ്പടി വിശ്വസ്തതയാണ്. ഡാലി ആൻഡോ എന്ന സഹോദരിയും കുടുംബവും നമ്മുടെ അരികിൽ പങ്കുവച്ചതും അതുതന്നെയാണ്. അവരെ വ്യത്യസ്തമാക്കിയത് ഉടമ്പടി ജീവിതമാണ്. കാരണം ഉടമ്പടി ജീവിതത്തിൽ ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റെല്ലാവരെക്കാളും വ്യത്യസ്തമാണ്. കാരണം ഇവർ പറഞ്ഞത്, നേരത്തെ ഇവർ കുടുംബജീവിതത്തിൽ പ്രാർത്ഥനയോ കുടുംബ പ്രാർത്ഥനയോ ജപമാലയോ ഒന്നുമില്ലായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടി ജീവിതത്തിൽ വന്നതിൽ പിന്നെ ഇവർക്ക് കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും ലഭിച്ചു. കുടുംബജീവിതവും ജപമാലയും കുടുംബ പ്രാർത്ഥനയുമായി മക്കളോടൊപ്പം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇവർ ഉയർത്തിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാനാണ് ഇന്നിവിടെ നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മളെ വ്യത്യസ്തരാക്കി മാറ്റാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഒരു വീടുണ്ടെങ്കിലും ദൈവശാന്തി ഇല്ലെങ്കിൽ സന്തോഷമില്ല. പരീക്ഷയ്ക്ക് വിജയം ലഭിച്ചെങ്കിലും ദൈവകൃപയില്ലെങ്കിൽ മനസ്സിന് നിറവില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കും മറ്റ് ജനതകളിൽ നിന്ന് വ്യത്യസ്തരാകാനായിട്ട് ദൈവകൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഡാലി ആൻഡോയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരി. പരിശുദ്ധ അൾത്താരയിൽ കയറിയെന്ന് സാക്ഷ്യം പറയാൻ അമ്മ എന്നെ അനുവദിച്ചതിന് ആദ്യമേ നന്ദി പറയുന്നു. പിതാവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ആശ, സ്ഥലം ബാലരാമപുരം. ഇതെൻ്റെ മകളാണ് ദേവാമിക. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് 9/2/2025 ഞാൻ അതിനു മുമ്പ് അമ്മയെപ്പറ്റി ആദ്യമായിട്ട് അറിയുന്നത് 2023 ഡിസംബറിലാണ്. അത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം തന്നെയായിരുന്നു. ആ സമയത്ത് 6 മാസം മുൻപേ ഞാൻ കിടപ്പിലായിരുന്നു. DVT എന്ന അസുഖം കാരണം ഇടത് കാലും ഇടുപ്പ് വരെ ബ്ലഡ് ക്ലോട്ടായിട്ട് കിടപ്പായി പോയി. ന്യൂമോണിയ ആയിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ആസ്മ കൂടി, പിന്നെ DVT ആയി, ബ്ലഡ് ക്ലോട്ടായി. പിന്നെ അത് കഴിഞ്ഞ് കൗണ്ടെല്ലാം കുറഞ്ഞു പോയി, WBC കൗണ്ട് കൂടി. അങ്ങനെ തീരെ എണീക്കാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി. ആ സമയത്താണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ഇവിടുത്തെ ഉടമ്പടി ഉപ്പും തൈലവും തന്നിരുന്നത്. അത് ഞാൻ ഉപയോഗിച്ചു. എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു, എങ്കിലും ഞാൻ പ്രാർത്ഥനയോടെ ഉപയോഗിച്ചു. പിന്നെ ആ സമയത്തൊന്നും അസുഖം എന്തെന്ന് കണ്ടുപിടിക്കാനൊന്നും സാധിച്ചിട്ടില്ല. ഞാൻ അതിനു മുമ്പേ 20 വർഷം കൊണ്ട് ഒരു ക്യാൻസർ പേഷ്യൻറ്റും കൂടെയാണ്. അപ്പോൾ കാല് ഏകദേശം ഒരു ആനയുടെ വലുപ്പത്തിൻ്റെ കാലിൻ്റെ വീതമായിപ്പോയി, പൊട്ടുന്ന അവസ്ഥയിലെത്തി. പിന്നെ ഞങ്ങൾ ഈ ഉടമ്പടി വസ്തുവൊക്കെ ഉപയോഗിച്ചത് കൊണ്ടാവാം RCCയിൽ തന്നെ പോകാമെന്ന് കരുതി ഞങ്ങൾ RCCയിൽ പോയി. അവിടെ വെച്ച് സ്കാൻ ചെയ്തപ്പോഴത്തേക്കാണ് അറിഞ്ഞത് DVT ആണെന്ന് ഡോക്ടർ പറഞ്ഞത്. മെഡിക്കൽ കോളേജിൽ തൽക്കാലം പോകണ്ട, പോയി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ കാല് പൊട്ടിപ്പോവും, അറ്റാക്ക് അരമണിക്കൂറിനകത്ത് വരികയും ചെയ്യും. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാൽ സ്ട്രോക്കുമായി പോവും. എത്രയും പെട്ടെന്ന് കഴിയുമെങ്കിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയപ്പോഴത്തേക്ക് അതിൻ്റേതായ ബ്ലഡ് ടെസ്റ്റ് ഡി ഡൈമർ എന്നാണ്, അത് ചെയ്തു. 4.5 ആകുമ്പോഴത്തേക്ക് സാധാരണ എല്ലാവർക്കും അറ്റാക്ക് വരുന്നതാണ്. എനിക്ക് 7.5 ആയിരുന്നു. ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചത് കൊണ്ടാവാം എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അതിനെപ്പറ്റി അപ്പോഴറിയില്ലായിരുന്നു. എനിക്ക് അപ്പോഴൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നീട് ബ്ലഡ് പെട്ടെന്ന് അലിയണേന് പൊക്കിളിലാണ് 15 ഇഞ്ചക്ഷൻ എടുത്തത്. 10 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ കിടന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നു. വന്നതിന് ശേഷം 58 ദിവസം ഒരേ കിടപ്പായിരുന്നു, നടക്കാനേ പാടില്ലായിരുന്നു. ആ സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു ചേച്ചി എനിക്ക് പത്രം കൊണ്ട് തന്നത്. ആ പത്രത്തിൽ ഒത്തിരി കുടുംബത്തിൻ്റെ ഫോട്ടോ ആയിരുന്നു ഫ്രണ്ടിലുണ്ടായിരുന്നത്. അതിലെഴുതിയിരുന്ന ഒരു വാചകം ഇങ്ങനെയായിരുന്നു: ഉടമ്പടി നിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്ന പ്രാർത്ഥന. അപ്പോൾ ഉടമ്പടി ഇതെന്താണെന്നോ എന്നറിയില്ല. മാതാവിനെയും ഈശോയുടെയും കണ്ടിട്ടുണ്ടെന്ന് അറിയാതെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കുരിശടിയിലെ മാതാവിനെ, വേളാങ്കണ്ണി മാതാവിനെ മാത്രമേ അറിയാമായിരുന്നുള്ളൂ, വേറൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് ആ ചേച്ചി എപ്പോഴും അമ്മയോട് പറയുമായിരുന്നു ഇവിടെ വരാനായിട്ട്. എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റാത്തതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. പിന്നെ 2025 ജനുവരി ആയപ്പോഴത്തേക്ക് വരാമെന്ന് കരുതി. എനിക്കപ്പോൾ നടക്കാനൊക്കെ തീരെ ബുദ്ധിമുട്ട്, നീരൊന്നും കുറഞ്ഞിട്ടില്ല, ബ്ലഡ് ടെസ്റ്റും അതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, 1-ലെത്തിയതേ ഉള്ളൂ. 0.5 താഴെ വേണം അത് നിൽക്കാനായിട്ട്. അപ്പോൾ നടക്കാൻ പറ്റാത്ത കാരണം എനിക്ക് ട്രെയിനിൽ വരാൻ പറ്റില്ലായിരുന്നു. പിന്നീട് വീടിനടുത്തുള്ള കുറച്ച് പേർ ചേർന്ന് വന്നപ്പോൾ ഞാൻ അതിൻ്റെ കൂടെയാണ് വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ടോക്കൺ എടുക്കാൻ പറഞ്ഞു, എടുത്തു. അപ്പോൾ ഞാൻ കരുതി ഇവിടെ പ്രാർത്ഥിക്കേണ്ടടുത്ത് ഇരിക്കാൻ വേണ്ടിയായിരിക്കും ആ ടോക്കണെന്ന്. ഉടമ്പടിക്കാണെന്ന് എനിക്ക് അപ്പോഴറിയില്ല. അപ്പോഴത്തേക്ക് ഞാനും ടോക്കൺ എടുത്തു, എല്ലാവർക്കൊപ്പം ചെന്നിരുന്നു, ഉടമ്പടി എടുത്തു.
പക്ഷേ അപ്പോൾ കിട്ടിയ പ്രേക്ഷിത പ്രവർത്തനമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് വേണ്ടി എൻ്റെ മകളാണ് ചെയ്തത്. കാര്യം എനിക്ക് നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഇത് മാത്രമല്ല, കിടപ്പായി കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്ക് എനിക്ക് ജനറ്റിക് വാർട്ടും കൂടെ വന്നു. അത് ജനറ്റിക് വാർട്ടാണെന്നും അറിയില്ലായിരുന്നു. ചെറുതായിട്ടൊരു ഉണ്ണി പോലെ അങ്ങനെ എന്തെങ്കിലും ആണെന്നാണ് കരുതിയത്. അത് നിമിഷം കൊണ്ട് തേനീച്ചക്കൂട് മാതിരി എൻ്റെ ജനറ്റിക് ഏരിയ മൊത്തം ആയിപ്പോയി. ഇത് DVTക്കുള്ള ബ്ലഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് പീരീഡ് സമയത്ത് ശക്തമായ ബ്ലീഡിങ്ങുമായിരുന്നു. എനിക്ക് പേഡ് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. രാത്രിയൊക്കെ ഞാൻ ക്ലോസറ്റിലേക്ക് ഇരുന്നാണ് ഞാൻ ഉറങ്ങിയിരുന്നത്. കാര്യം പേഡ് വയ്ക്കാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യത്തെ 3 മാസം രാവിലെ വൈകിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്നല്ലാതെ വേറെ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ വീട്ടിൽ നിന്ന് വെളിയിറങ്ങാനും പറ്റില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നമുക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ 11 മാസം കൊണ്ട് എൻ്റെ ഭർത്താവ് പണിക്കൊന്നും പോകാനൊന്നും പറ്റില്ലായിരുന്നു. കാര്യം എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് കാരണം. അത് കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ മാസം, ഫെബ്രുവരിയിൽ ഉടമ്പടി എടുത്തു. ഏപ്രിൽ മാസം വീടിനടുത്തുള്ള എൻ്റെ കൂടെ വന്നവർ എന്നെ പറഞ്ഞു, നമുക്ക് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിക്കാം, പോകാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അവർക്കൊപ്പം തന്നെ ഇവിടെ വന്നു. അങ്ങനെ അച്ഛൻ ഇവിടെ പ്രാർത്ഥിക്കുന്നിടത്ത് ടോക്കൺ എടുക്കാൻ വേണ്ടി നിൽക്കണമെന്ന് അതും എനിക്കറിയില്ല. ഞാനും ടോക്കൺ എടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ റേഡിയേഷൻ കഴിഞ്ഞ തുണ്ട് റിസൾട്ട് ഇരിക്കുന്നത് കണ്ട് അവിടെ ഇരുന്ന് ആ ബ്രദർ ചോദിച്ചു, ക്യാൻസറാണ് അല്ലേ എന്ന് ചോദിച്ച്. സ്കിൻ ക്യാൻസർ എന്ന് എഴുതി. യഥാർത്ഥത്തിൽ ഞാൻ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കാൻ വന്നത് അപ്പോൾ അതിനായിരുന്നില്ല, ഈ ജനറ്റിക് വാർട്ടിൻ്റെ ഇതിനായിരുന്നു. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞത്, അച്ഛൻ ഇവിടെ ചോദിക്കുമ്പോൾ പിന്നെ പറഞ്ഞാൽ മതിയെന്ന്. ഞാൻ വീണ്ടും ഇവിടെ വന്ന് നിന്നു. അച്ഛൻ എൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ല. അപ്പോൾ ഇവിടെ അത് ഇതേപോലെ നൊയമ്പ് സമയമായിരുന്നത് കൊണ്ട് ഈശോയെല്ലാം ഇങ്ങനെ പുതച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് വീണ്ടും ഇനി ഇരുട്ടിലായി പോകുമോ ജീവിതമെന്ന് ഞാൻ അപ്പോഴും പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ അച്ഛൻ തലയിൽ കഴിപ്പിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കവിളിൽ തട്ടിയിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അന്ന് തൊട്ട് വീണ്ടും മരുന്നുകൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഉടമ്പടി വസ്തുക്കളെന്ന് പറയുമ്പോഴത്തേക്ക് ഉപ്പ് വെള്ളത്തിലിട്ട് കുടിക്കും, തേന് രാവിലെ വെറുവയറ്റിൽ കഴിക്കും. പിന്നെ ഇത്തിരി തൈലം എനിക്ക് ജനനേന്ദ്രിയ ഭാഗത്തൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം ഈ ബ്ലീഡിങ്ങും കൂടെ ആയത് കാരണം ഞങ്ങളൊരു അക്രൈസ്തവരായതുകൊണ്ട് ഈ നേർച്ച വസ്തുക്കളൊക്കെ ഈ സമയത്ത് ഉപയോഗിക്കാൻ ഭയങ്കര പേടിയായതുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്. അല്ലാതെ അത് കുറയില്ല എന്നുള്ള വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, പേടി കൊണ്ടാണ് ഉപയോഗിക്കാതിരുന്നത്. പിന്നീട് അതിനുശേഷം പ്രാർത്ഥിച്ചിട്ട് പോയതിനു ശേഷം കടം ഞങ്ങൾക്ക് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ ശരീരത്തിൽ സിസ്റ്റുകൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും. അത് സർജറി ചെയ്യണം. RCCയിൽ സർജറി ചെയ്യില്ല. കാര്യം എനിക്ക് DVT വന്നതുകൊണ്ട് അവർക്ക് സർജറി ചെയ്യുക അവർക്ക് പോലും പേടി. കാര്യം ഏത് നിമിഷവും സ്ട്രോക്ക് വരും എന്നാണ് ഇപ്പോഴും പറയണത്. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് പോയത് സർജറി ചെയ്യാൻ. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ആവുകയും ചെയ്യും. അപ്പോൾ ലോൺ എടുത്താണ് എൻ്റെ ഭർത്താവിനെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. കടം അങ്ങനെ വീട് വെച്ചതിൻ്റെ ലോണുമുണ്ട്. ഇതും കൂടെ ആയപ്പോൾ 62 ലക്ഷത്തിന് മേളിലായി. അങ്ങനെ ആദ്യമായിട്ട് താമസിക്കാൻ വെച്ച വീട് തന്നെ വിൽക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഇവിടെ വന്ന് അച്ഛൻ പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയി, ആദ്യമായിട്ട് ആഗ്രഹിച്ച് വച്ചതാണ്, 2 മുറിയേ ഉള്ളൂ. പക്ഷെ അത് വിൽക്കണമെന്ന് ആഗ്രഹമില്ല. കടം തീരാനെങ്കിൽ അത് വിൽക്കണമെങ്കിൽ വിൽക്കട്ടെ, ഇല്ലെങ്കിൽ വേറൊരു വസ്തുവുണ്ട് അത് വിറ്റാലും മതിയെന്നാണ് പ്രാർത്ഥിച്ചിട്ട് പോയത്. പക്ഷെ അമ്മയുടെ നിയോഗം അങ്ങനെ ആയതുകൊണ്ട് ആ വസ്തു 11 മാസം കൊണ്ട് ഞങ്ങൾ വിൽക്കാനായിട്ട് ആഗ്രഹിച്ചു. ആരും വരുന്നു എന്നല്ലാതെ ആരും ഇഷ്ടപ്പെടുന്നില്ല, വാങ്ങുന്നുമില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഭർത്താവ് അവിടെ അന്ന് ഒരാൾ നോക്കാൻ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ അപ്പോഴത്തേക്ക് സാക്ഷ്യങ്ങളൊക്കെ അച്ഛൻ എന്നെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കണ്ടു തുടങ്ങിയത്. അന്ന് ഞാൻ ഭർത്താവിൻ്റെ ഉപ്പ് കൊടുത്തുവിട്ടിട്ട് ഞാൻ പറഞ്ഞു, ആൾ വരുന്ന സമയത്ത് എന്നെ വിളിച്ച് പറയണേന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഉപ്പ് അവിടെ ഇടാൻ പറഞ്ഞു. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ 2.5 മണിക്കൂർ ഒരേ കണക്കിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് തന്നെ അവർക്കത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ടോക്കൺ തന്നിട്ട് പോയി. 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അഡ്വാൻസ് കൊണ്ടുവന്നു. വന്നവരുടെ ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് 10 ദിവസം കഴിഞ്ഞ് വരുമുള്ളെന്ന് പറഞ്ഞു. പക്ഷേ 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്നു. അവരുടെ ഹസ്ബൻഡും വന്നു കണ്ടപ്പോൾ വീട് ഇഷ്ടപ്പെട്ടു. 1 മാസം കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ നടത്തുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ 3 ദിവസം കഴിയുമ്പോഴത്തേക്കും മെയ് ദിനമായിരുന്നു. അപ്പോൾ അന്ന് അവധി, രജിസ്ട്രേഷൻ നടക്കില്ല. അപ്പോൾ അത് മാത്രമല്ല 1 മാസം കഴിഞ്ഞ് നടക്കുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് നടക്കില്ല എന്നാണ് കരുതിയത്. പക്ഷേ മെയ് ദിനത്തിൻ്റെ അന്ന് വൈകിട്ട് വിളിച്ച് പറയുകയാണ് മെയ് 3-ാം തീയതി രജിസ്ട്രേഷൻ നടത്തുമെന്ന്.
അങ്ങനെ ഞങ്ങൾക്ക് എമൗണ്ട് കിട്ടി. പക്ഷേ ഇവിടെ ഉടമ്പടിയിൽ എടുക്കാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡ് അടുത്ത് ചോദിച്ചു, എനിക്ക് വീടിൻ്റെ വിലയും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു, എത്ര ലക്ഷം രൂപ കിട്ടിയാൽ നമുക്ക് നഷ്ടമില്ലാതെ പോവും? 62 ലക്ഷം രൂപ കടമുണ്ട് താനും, എത്ര കിട്ടിയാൽ നമുക്കത് നമ്മുടെ ഇത് നിൽക്കുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് 57 ലക്ഷം രൂപ കിട്ടിയാൽ മതി, ബാക്കി കട ഞാൻ അധ്വാനിച്ച് തീർത്തോളാം, 57 ലക്ഷം കിട്ടിയാൽ അത് നഷ്ടമില്ലാതെ പോവുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 57 ലക്ഷം എഴുതി വെച്ചു ഇവിടെ ഉടമ്പടിയിൽ. അങ്ങനെ അവർ പറഞ്ഞതും 57 ലക്ഷം രൂപ തന്നെ പറഞ്ഞു. ആ 57 ലക്ഷം രൂപയ്ക്ക് അവർ സമ്മതിക്കുകയും ചെയ്തു. രജിസ്ട്രേഷൻ നടന്നു. ഞങ്ങൾ പിന്നെ സ്വർണം എടുത്തതിന് ശേഷം ഫെബ്രുവരി 9 തീയതിയാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ഫെബ്രുവരി തീർന്നു. അടുത്ത മാർച്ച്, ഏപ്രിൽ, മെയ് 3 തീയതി രജിസ്ട്രേഷൻ കഴിഞ്ഞു. 3 മാസം കാലയളവിന് മെയ് 9 കഴിയുമ്പോഴേ 3 മാസം ആവുള്ളൂ ഇവിടെ ഉടമ്പടി എടുത്തിട്ട്. അതിന് മുന്നേ തന്നെ തീർന്നു. അതിന് മുമ്പ് എനിക്കൊരു രോഗസൗഖ്യം കൂടെ തീരുകയുണ്ടായി. കാര്യം അത് ഞാൻ അറിഞ്ഞതുപോലുമില്ല എൻ്റെ ശരീരത്തിൽ നിന്ന് മാറിയത്. എനിക്ക് 8 വയസ്സ് മുതൽ ഇതിൽ ശ്വാസം മുട്ട് നന്നായിട്ട് അപ്പോഴും വരുമായിരുന്നെന്ന് അറിഞ്ഞില്ല. ജലദോഷം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നീർക്കെട്ട് വരും എന്നാണ് കുഞ്ഞുനാളിൽ അറിയാമെന്നുള്ളത്. അതൊരു ആസ്മയുടെ ഇതാണെന്ന് അറിഞ്ഞത് എൻ്റെ മോളെ പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്കാണ് ഞാൻ അറിയുന്നത് എനിക്ക് ആസ്മ ഉണ്ടോയെന്നുള്ളത് കാര്യം. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോഴെനിക്ക് 27 വയസ്സായിരുന്നു. 8 വയസ്സിൽ വന്ന കാര്യം 27 വയസ്സായപ്പോഴത്തേക്കാണ് അറിഞ്ഞത്. ആ 8 വർഷം കൊണ്ട് ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഈ 8 വർഷം കൊണ്ട് ശക്തമായ ശ്വാസം മുട്ടൽ. എനിക്ക് ജനിച്ച് 6 മാസം തൊട്ട് വെയിൽ കൊള്ളാനും പറ്റില്ല, തീയ്. ഇപ്പം RCCയിലെ ഡോക്ടർമാരും സ്കിന്നിൻ്റെ ഡോക്ടർമാരും പറഞ്ഞിരിക്കുന്നത് വീട്ടിനകത്ത് ഇരുന്നാൽ പോലും ഒരു ലൈറ്റ് ഇട്ടേ ഇരിക്കാവുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ചൂടൊന്ന് അടിച്ചാൽ മതി, ശ്വാസം മുട്ടലും വരും, ശരീരവേദന താങ്ങാനും പറ്റില്ല. അപ്പോൾ ആ സമയത്തെല്ലാം ശ്വാസം മുട്ടൽ വന്ന് ഹോസ്പിറ്റലിലാവുകയാണ് പതിവ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പോയ ആ ഫെബ്രുവരി മാസം തന്നെ വീടിനടുത്തുള്ള ഒരു പയ്യന് ഹാർട്ടിന് പെട്ടെന്ന് അവന് ഒരു നെഞ്ച് വേദനയിൽ ആദ്യം വന്നത്, അവന് വയറുവേദനയാണ് ആദ്യം വന്നത്. ഒരു ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് അവന് ഹാർട്ടിനായിരുന്നു കംപ്ലയിൻറ്റ്. ബൈപ്പാസ് ചെയ്ത് വാൽവ് മാറ്റണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ആ നിമിഷം വരെ ഒരു വരുമാന മാർഗ്ഗമില്ല. ലോൺ എടുത്താണ് ചികിത്സാ ചെലവും വീട്ടു ചെലവും നടക്കുന്നതെങ്കിലും ഞാനും ഹസ്ബൻഡുമായിട്ട് തൊട്ടടുത്ത് തന്നെയാണ് അവൻ്റെ വീട്. അവൻ അന്വേഷിച്ച് പോയി ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു തുക അവന് കൊടുക്കുകയും ഞാൻ അപ്പോഴീ തൈലം കൊണ്ടാണ് അവിടെ പോയത്. എനിക്ക് അവൻ്റെ നെഞ്ചിൽ കുരു വെച്ച് വരച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹിന്ദുക്കളാണ്, അവർ ഹിന്ദുക്കളാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് അനുഗ്രഹം കിട്ടാതെ നമ്മൾ ചെയ്താൽ അഥവാ എന്തെങ്കിലും വന്നാൽ നമുക്ക് പിന്നെ ആ തെറ്റും കൂടെ ഇനി ഏൽക്കേണ്ടി വരൂലേ, അത് നമുക്ക് വേണ്ടി, നീ അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. പക്ഷെ അന്ന് മുതൽ ഞാൻ വൈകിട്ട്, രാവിലെ ചിലപ്പോൾ സമയം കിട്ടൂല, വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ 6 മണിക്ക് ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഇടത് നെഞ്ചിൽ ആ തൈലം തേച്ച് കുരിശ് വരച്ച് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ജൂൺ 3 തീയതിയായിരുന്നു അവൻ്റെ സർജറി ചെയ്തപ്പോൾ അവന് വാൽവൊന്നും മാറ്റി വയ്ക്കേണ്ടി വന്നില്ല. ഇപ്പോൾ അവൻ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ വീണ്ടും അവനെ കാണാൻ പോയി. നല്ല ഹാപ്പിയായിട്ട് അവ ഇരിക്കുകയാണ്. പക്ഷെ മാർച്ച് മാസം ആ ചൂട് വന്നപ്പോൾ തൊട്ട് എനിക്ക് ശ്വാസം മുട്ടൽ വന്നിട്ടേ ഇല്ല, ആസ്മയുടെ കംപ്ലയിൻറ്റും വന്നിട്ടില്ല. ആ മാർച്ച് മാസം തൊട്ട് ഞാൻ ഇൻഹേലർ ഉപയോഗിക്കാനും മറന്നുപോയി. ഇന്നേ വരെ ഞാൻ ഇൻഹേലർ ഉപയോഗിച്ചിട്ടുമില്ല. സാധാരണ ഈ ഡിസംബർ മാസത്തിൽ ഞാൻ കുറഞ്ഞതൊരു 40 ദിവസമെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് പതിവ്. ഇന്നേ വരെ എനിക്ക് ആ ശ്വാസം മുട്ടലും വന്നിട്ടില്ല, ഇൻഹേലർ ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ പേര് ഞാൻ ഡോക്ടറെ കാണേണ്ടിയും വന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് മെയ് മാസത്തിലാണ് എനിക്കിവിടെ പുതുക്കേണ്ടി വരാനിരുന്നത്. പക്ഷേ മെയ് മാസത്തിൽ എനിക്ക് മെയ് 12 തീയതിക്കകത്ത് വരേണ്ടതാണ്, വരാൻ പറ്റിയില്ല. അപ്പോൾ കയ്യിൽ 2-3 സിസ്റ്റുകൾ വന്നത് കാരണം അത് സർജറി ചെയ്യാൻ പോയപ്പോഴത്തേക്ക് സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിവിടെ വരാനും കഴിഞ്ഞില്ല. പക്ഷേ ബയോപ്സി റിസൾട്ട് വന്നപ്പോഴത്തേക്ക് അത് 2 നെഗറ്റീവായിരുന്നു. എനിക്ക് ആദ്യമായിട്ടാണ് സിസ്റ്റിൻ്റെ റിസൾട്ട് ബയോപ്സി നെഗറ്റീവായിട്ട് വരുന്നത്. ക്യാൻസർ വന്നിട്ട് 20 വർഷമായി. പക്ഷേ 23 സർജറി ഇതിനിടയ്ക്ക് ചെയ്തു. ആദ്യമായിട്ടാണ് ആ 2ഉം എനിക്ക് നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് വരുന്നത്. ആ ജൂൺ മാസം ഞാനിവിടെ വീണ്ടും പുതുക്കാൻ വരാൻ പറ്റിയിരുന്നു. അപ്പോഴെനിക്ക് കഴിഞ്ഞില്ല. കാര്യം ജനറ്റിക് പാർട്ടിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് കാലെടുത്ത് വെച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അതിൽ കൂടെ ഈ ടാബ്ലറ്റ് കഴിക്കുന്നത് കൊണ്ട് 35 ദിവസത്തിനിടയിൽ ഞാൻ 3 മാസം പീരീഡ് ആവും. ഇതിനിടയിൽ പാഡുകളിങ്ങനെ മാറുന്നതല്ലാതെ എനിക്ക് വച്ചിരിക്കാൻ അത് പറ്റില്ല. രാത്രിയാകുമ്പം ക്ലോസറ്റിൽ പോയി ഇരിക്കുകയാണ് പതിവ്. അവിടെ ഇരുന്ന് തന്നെയാണ് ഉറങ്ങണത്. പാഡ് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാനും പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കരുതി ഇനി ജൂലൈയിൽ വരാം എന്നുള്ള ഇതിലിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ പോകാനായിട്ട് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം
കുഞ്ഞുനാളിലെ എല്ലാവരും പറയണത് ഭാഗ്യമില്ലാത്ത ജന്മമായി ജനിച്ചു പോയി എന്നൊരു വാക്കാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. മരിക്കാൻ തന്നെ കുറേ പേരെ എന്നെ ഉപദേശിച്ചിട്ടുണ്ട്, അത് ചെയ്യാനും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും വിജയിക്കാത്തതുകൊണ്ട് ആരും അറിഞ്ഞിട്ടുമില്ല, മരിച്ചിട്ടുമില്ല, ഇന്ന് ജീവിച്ചിരിക്കണുണ്ട്. പക്ഷേ പിന്നെ അപ്പോഴൊക്കെ ഞാൻ അവരോട് ചോദിക്കുന്നിടത്തെല്ലാം ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. കാര്യം എനിക്ക് കയ്യും കാലിനും ശരീരസുഖം ദൈവം തന്നിട്ടുണ്ടല്ലോ, പുറത്തിറങ്ങി നടക്കാനും പറ്റും, എല്ലാം ചെയ്യാനും പറ്റും, എൻ്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റുന്നല്ലോ. അതുപോലും പറ്റാത്ത എത്ര പേരുണ്ട്. അതിനേക്കാൾ വലുതല്ലല്ലോ ഈ ശരീരത്തിൽ കാണുന്ന ഈ പുള്ളിയൊന്നും. അതുകൊണ്ട് എനിക്ക് അതിലൊന്നും വലിയ സങ്കടമില്ല. അങ്ങനെ വീണ്ടും ഒരു 3 കിലോമീറ്ററിനകത്ത് തന്നെ അങ്ങനെ ഒരു ഇത് കരുണാലയം അവിടെ ഉള്ളതായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് പോയി കണ്ടുപിടിച്ചു. അവിടെ പോയി എനിക്ക് ഈ DVTക്കുള്ള മരുന്നിനും മറ്റുള്ള മരുന്നുകൾക്കും വേണ്ടി ഒരു മാസം 15,000 രൂപയുടെ ചിലവുണ്ട് മരുന്നിന് മാത്രമായിട്ട്. ഞങ്ങൾ ആ തുക അവിടെ കൊണ്ടുപോയി സഹായിച്ചു. ആ ജൂൺ 12-ാം തീയതി എനിക്ക് DVTക്ക് മരുന്ന് കഴിക്കാൻ അതിൻ്റെ ചെക്കപ്പിന് പോകണം, RCCയിലും പോകണം. അപ്പം എനിക്കൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ സർജറി ചെയ്യണമെങ്കിൽ RCCയിൽ കാണിക്കണമെങ്കിൽ ഈ DVTക്ക് കഴിക്കുന്ന മരുന്ന് കഴിക്കുന്ന ഫിസിഷ്യൻ്റെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സർജറി ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ RCCയിലാണ് ചെക്കപ്പിന് രാവിലെ പോയത്. അവിടെ പോയപ്പോഴത്തേക്ക് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല, ഇയാൾ തൽക്കാലം പ്രൈവറ്റിൽ എവിടെയെങ്കിലും പോയി ചെയ്യും. കാര്യം ഇവിടെ RCCയിൽ ഒരു വിഭാഗം മാത്രമേ ഇല്ല, കാർഡിയോളജി. സർജറി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വന്നാൽ ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അങ്ങനെ ഞാൻ നേരെ DVTക്ക് ചികിത്സിക്കുന്ന ഡോക്ടറെ അടുത്ത് വന്നു. അവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ കാലെല്ലാം നന്നായിട്ട് നോക്കി. ഇവിടെ വന്ന് എൻ്റെ അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച സമയത്ത് എല്ലാവരും മുട്ടൂത്തി നിന്നപ്പോൾ ഞാൻ നിൽക്കുകയാണ് ചെയ്തത്. എനിക്കന്നത് ഭയങ്കര വിഷമമായിപ്പോയി. കാര്യം എല്ലാവരും മുട്ടൂത്തി നിൽക്കുമ്പോൾ ഞാൻ മാത്രം നിൽക്കുന്നല്ലോ എന്നുള്ളൊരു അച്ഛനെ കാട്ടി ഉയരത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണല്ലോ പാപമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് പോയത്. അങ്ങനെ ജൂൺ 12-ാം തീയതി ആയപ്പോഴത്തേക്ക്, ജൂൺ ആദ്യത്തെ ആഴ്ച ഞാൻ ഒരു സ്വപ്നം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് 7, 8, 12, 15 ഈ 4 നമ്പറുകൾ ഈ സ്വപ്നത്തിൽ ഞാൻ കണ്ടു. പക്ഷെ അതെന്താണെന്നൊന്നും അപ്പോഴൊന്നും അറിയില്ലായിരുന്നു. ഈ 12-ാം തീയതി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ആ മരുന്നെല്ലാം എഴുതി, അത് തമിഴാണ് ആ ഡോക്ടർ, അമ്മ വീട്ടിൽ പോയാൽ മതി, മരുന്ന് കഴിച്ചോളൂ, സർജറിക്ക് 7 ദിവസം മരുന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. അന്ന് രാത്രിക്ക് കഴിക്കേണ്ട മരുന്ന് കയ്യിലുണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ തന്നുവിട്ട മരുന്നെടുത്ത് കഴിക്കാൻ വേണ്ടി ഞാൻ എടുത്തപ്പോൾ കവറിനകത്ത് 2 ഐറ്റം ടാബ്ലറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി 27 ഐറ്റം ടാബ്ലറ്റാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഈ 2 ഐറ്റം. അപ്പോൾ ഞാൻ കരുതി അവർക്ക് എടുത്തത് മാറിപ്പോയായിരിക്കും എന്ന് കരുതി ഡോക്ടറെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നതിൽ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത്, അമ്മയ്ക്ക് ഇനി മരുന്നിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ 2 ഐറ്റം ടാബ്ലറ്റ് മതി, അത് വേറൊന്നിനുമല്ല. ഒന്ന് പെട്ടെന്ന് നീര് വന്നാൽ അത് കുറയാൻ വേണ്ടിയും, രണ്ടാമത്തത് പെട്ടെന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും രീതിയിലൊരു ടെൻഷൻ വന്നാൽ ഒരു സ്ട്രോക്ക് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിലുള്ള ഒരു ടാബ്ലറ്റ് മാത്രമാണ്. ബാക്കിയൊന്നും നിർത്തിയതായിട്ട് ഡോക്ടർ എന്നോടും പറഞ്ഞില്ല, ഞാനും അറിഞ്ഞില്ല. അന്ന് മുതൽ ടാബ്ലറ്റ് എല്ലാം നിർത്തി. എനിക്ക് ഇപ്പം മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനുശേഷം എൻ്റെ മോക്കുള്ളൊരു രോഗസൗഖ്യമാണ്. മോക്ക് 2024 ആഗസ്റ്റ് മാസം തൊട്ട് എപ്പോഴും വയറുവേദന വരും. സ്കൂളിൽ നിന്ന് എന്നും വിളിയാണ്, വന്ന് വിളിച്ചുകൊണ്ട് പോകണമെന്ന്. വയറുവേദനയായിട്ട് അവൾ കരച്ചിലാണ്. സ്കൂളിൽ നിന്ന് തന്നെ അതുവഴി ഞാൻ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു അപ്പറ്റൈറ്റിസ് ആയിരിക്കും, സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് അപ്പൻഡൈറ്റിസ് എല്ലാം നോർമലാണ്. പക്ഷെ നമ്മളെ ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിലുള്ള റിസൾട്ടാണ് അതിൽ വന്നത്. മോൾക്ക് അവളുടെ പ്രായത്തിലിരിക്കേണ്ട വലിപ്പത്തിൻ്റെ ഒരല്പം പോലും വളർച്ചയില്ലാത്ത യൂട്രസാണ് അവളുടെ ശരീരത്തിരുന്നത്. നോർമലിൽ നിന്നും തീരെ വലിപ്പക്കുറവ് ഒട്ടുമില്ല എന്ന് തന്നെ പറയാം. ശരീരത്തിൽ ഒരു പെൺകുട്ടിക്ക് ശരീരത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഹോർമോൺ അവളുടെ ശരീരത്തിൽ ഇല്ലതാനും. അങ്ങനെ ഞങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോഴത്തേക്ക് അവൾ ആ പ്രായത്തിനൊക്കെ കാരണം തീരെ പൊക്കവും കുറവായിരുന്നു. അപ്പോൾ ഈ ഹോർമോണിൻ്റെ കുഴപ്പമാവാം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഒരു പീഡിയാട്രീഷ്യൻ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഹോർമോൺ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. അന്ന് തൊട്ട് മോളുടെ വയറ്റിൽ എന്നും ആ തൈലം തേച്ച്, രാവിലെ അവൾക്ക് സ്കൂളിൽ പോകേണ്ട സമയമില്ലാത്തത് കാരണം വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ തൈലം തേച്ച് കുരിശ് വരയ്ക്കും. രാവിലെ എന്നും അവൾക്ക് അപ്പോഴൊക്കെ തലയിറങ്ങി വീഴുമ്പം BP കുറയും. അതുകൊണ്ട് ഉപ്പിട്ട ആ വെള്ളവും കൊടുത്ത് തേനും രാവിലെ കൊടുത്താണ് വിട്ടുകൊണ്ടിരുന്നത്. 7 ദിവസം കഴിഞ്ഞ് ആ മെയ് മാസം, ഞാൻ ഇവിടെ ഫെബ്രുവരിയിൽ ഉടമ്പടി എടുത്തു, ആ മെയ് മാസം കൊണ്ടുപോയി ഞാൻ സ്കാൻ ചെയ്തു, ഹോർമോണെല്ലാം ടെസ്റ്റ് ചെയ്തു. ഡോക്ടർക്ക് തന്നെ അതിശയം, ഒട്ടുമില്ലായിരുന്ന ഹോർമോൺ പകുതിയിലധികം കൂടിയിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോഴൊന്നും ഇനി ചെയ്യേണ്ട, ആഗസ്റ്റ് മാസം കഴിഞ്ഞ് ഇനി ചെയ്ത് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ കരുതി എങ്കിൽ ഇപ്പോൾ സ്കാൻ ചെയ്യേണ്ട, ആഗസ്റ്റിൽ ഇത് 2ഉം കൂടെ ചെയ്യാമെന്ന്.
അങ്ങനെ ഞാൻ ജൂലൈയിൽ ഇവിടെ വന്നു. ജൂലൈയിൽ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കാനായിട്ട് വന്ന സമയത്ത് എനിക്ക് ടോക്കൺ നമ്പർ കിട്ടി. അന്ന് 13-ാം നമ്പർ അമ്മയുടെ അടുത്താണ് പുതുക്കാനായിട്ടുള്ളവർ ചെന്ന് നിൽക്കേണ്ടത്. അപ്പം ഞാൻ ഇങ്ങനെ പല പല കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ അന്ന് ഈ ടോക്കൺ എടുക്കാൻ നിന്ന ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിലൊരു ടോക്കൺ എടുക്കാനെന്ന്. എടുത്ത സമയത്ത് എനിക്ക് കിട്ടിയത് മാതാവിൻ്റെ രൂപമാണ്. അന്ന് അതിൽ ആ സമയത്ത് ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് കിട്ടിയ ഇവിടുത്തെ സാക്ഷ്യങ്ങളുടെ പത്രത്തിൽ ആദ്യത്തെ സാക്ഷ്യം ഒരു മകൾക്ക് ഇതേപോലെ വയറുവേദന വന്ന സമയത്ത് സ്കാൻ ചെയ്തപ്പോൾ ആ കുഞ്ഞിന് യൂട്രസ് ഇല്ല എന്നാണ്. അപ്പോഴത്തേക്ക് ഞാൻ തീരുമാനിച്ചു എൻ്റെ മോൾക്ക് ഇനി സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് അവളുടെ നോർമൽ യൂട്രസ് അവളുടെ ശരീരത്തിൽ കാണുമെന്ന്. പിറ്റേ മാസം ഓഗസ്റ്റിൽ ഞാൻ കൊണ്ട് സ്കാൻ ചെയ്തു. യൂട്രസ് നോർമലായി, അവളുടെ ശരീരത്തിൽ വരേണ്ട ഹോർമോണെല്ലാം നോർമലായി കഴിഞ്ഞു. അതിന് ഞാൻ അമ്മയോട് ഒരുപാട് നന്ദി പറയുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ജനറ്റിക് വാർട്ടിൻ്റെത് എനിക്ക് അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് ഇനി ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. ബയോപ്സിക്ക് അയച്ച സമയത്ത് ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചിരുന്നു. കാര്യം അത് ബയോപ്സി പോസിറ്റീവായി കഴിഞ്ഞാൽ സെർവിക്കൽ വഴി യൂട്രസിനെ കൂടെ ബാധിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ സമയത്താണ് ഒക്ടോബർ മാസം. അപ്പം ഞാൻ കരുതി ഈ ഒക്ടോബർ 1 തൊട്ട് ഞാൻ നിരന്തരം ദിവസം രാവിലെ 3 മണിക്ക് എഴുതുന്ന ജപമാല ചൊല്ലുമായിരുന്നു. കൃത്യമായിട്ട് ജപമാല ചൊല്ലി മുടങ്ങാതെ ജപമാല ചൊല്ലി 15-ാം തീയതി ആയപ്പോഴത്തേക്ക് ഞാൻ ആ സെക്കൻഡ് സാറ്റർഡേ കാരുണ്യ പ്രവൃത്തി ചെയ്തിട്ട് വന്നതിൻ്റെ ആ 15-ാം തീയതി ജപമാല ചൊല്ലി 3 മണിക്ക് ഇരുന്ന സമയത്തേക്ക് എൻ്റെ നീല മെഴുകുതിരി കത്തിച്ച് വെച്ചാണ് ഞാൻ ജപമാല ചൊല്ലിയത്. ആ സമയം മെഴുകുതിരി നല്ല ആള് കത്തുകയും വീണ മൊത്തം നല്ല കാറ്റുമായിരുന്നു. പക്ഷെ ഫാനൊന്നും ഇട്ടിട്ടില്ല, നല്ല കാറ്റായിരുന്നു. മഞ്ഞ കളർ തീജ്വാല എല്ലാം ചുമന്ന കളറിലായി, പിന്നീട് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലായി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഇന്നലെ വരെ ജപമാല ചൊല്ലിയപ്പോഴത്തേക്കും ആ 3 മണിക്ക് ഇന്നേ വരെ ഞാൻ എണീക്കാതിരുന്നിട്ടില്ല. 4:30 മണി വരെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. അതിൽ ഒന്നീ ഹൃദയത്തിൻ്റെ രൂപം, ഇല്ലെങ്കിൽ പ്രാവിൻ്റെ രൂപം, ഇല്ലെങ്കിൽ റോസാപ്പിൻ്റെ പൂക്കൾ തെളിഞ്ഞു വരും. ആ 15-ാം തീയതി പക്ഷേ അതൊരു ഹാർട്ടിൻ്റെ ഷേപ്പ് വന്നപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അന്നാണ് മോക്ക് സ്കൂളിലെ ശാസ്ത്രമേളയുടെ ജില്ലാ മത്സരം നടന്നുകൊണ്ടിരുന്നത്. ആ മത്സരത്തിൽ മോള് കണ്ടുപിടിച്ചത് ഒരു ഹാർട്ടിൻ്റെ മെഷീൻ അവൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു. അതിന് അവക്കാണ് A ഗ്രേഡ് കിട്ടിയത്. ISROയിലെ ശാസ്ത്രജ്ഞൻ വന്ന് അവൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയൊക്കെ കൊടുത്ത് അവൾ ആദരിച്ചു. അതിലെനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അത് അവളെ വിട്ട് എൻ്റെ മാതാവിനോട് നന്ദി പറയിപ്പിക്കുകയും ചെയ്തു. അതിന് അന്ന് ആ ഒക്ടോബർ 7-ാം തീയതി ഇവിടെ അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറയുകയുണ്ടായി, അരിമ്പാറകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നവർക്ക് അത് സിസ്റ്റ് രൂപേണായി മാറുന്നുണ്ട്, എത്രയും വേഗം അത് അമ്മ അവരെ സുഖപ്പെടുത്തട്ടെ എന്ന്. പക്ഷെ അത് എനിക്ക് മനസ്സിലായെങ്കിലും ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ അവിടെ എനിക്ക് അത് പ്രയോഗിക്കാനായിട്ട് എനിക്ക് പേടിയായിരുന്നു. കാര്യം ഞാൻ തൊട്ടുമ്പോൾ പറഞ്ഞതുപോലെ ഒരു ഹൈന്ദവ ആയതുകൊണ്ട് ഈ ബ്ലീഡിങ് കാരണം എനിക്ക് പറ്റില്ല. പക്ഷേ ഈ ടാബ്ലറ്റ് നിർത്തിയത് കാരണം ബ്ലീഡിങ്ങിൻ്റെ അളവ് കുറഞ്ഞു. പക്ഷേ ഞാൻ നവംബർ ആദ്യമായപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ ഹോസ്പിറ്റലിലൊന്നും പോകുന്നില്ല, ഈ ഉടമ്പടി വസ്തുവിനെ ഉപയോഗിക്കുമെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചതിൻ്റെ അന്ന് ഇവിടുത്തെ ഒരു സാക്ഷ്യം കേൾക്കേണ്ടായി. പാലായിൽ നിന്നുള്ള ഒരു കുട്ടിയാണ് പറഞ്ഞത്. ആ കുട്ടിക്ക് ഇതേപോലെ ജനറ്റിക് വാർട്ട് ചികിത്സിച്ച് തീരെ നിവർത്തിയില്ലാതെ വന്നപ്പോഴത്തേക്ക് ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടി ഉപ്പ് ദിവസവും അവിടെ തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു വന്നു. ഞാൻ കൃത്യം 7 ദിവസമേ തേച്ചുള്ളൂ ഇതേപോലെ. പക്ഷേ അത് കരിച്ചിട്ട് വരുന്നതിന് എന്ന് പറയുന്നത് ശക്തമായ വേദനയാണ്. ഇരിക്കാനോ നിൽക്കാനോ പറ്റില്ല. പക്ഷേ ഉപ്പ് തേക്കുമ്പോൾ അതിനേക്കാൾ വേദനയാണ്. പക്ഷെ അത് 1 മണിക്കൂർ കൂടുതൽ നിൽക്കുകയില്ല. ഈ 7 ദിവസം കൊണ്ട് ഈ തേനീച്ചക്കൂട് പോലെ ഇരുന്ന് അരിമ്പാറ അന്ന് ഒരു സെക്കൻഡ് സാറ്റർഡേ ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ പോയപ്പോഴത്തേക്ക് പോലും അതവിടെ ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് കഴുകാൻ പോലും പറ്റാതെയാണ് ഞാൻ അന്ന് അവിടെ പോയത് കാരുണ്യ പ്രവൃത്തിക്ക്. പക്ഷേ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ കുളിക്കാനായിട്ട് കയറിയപ്പോഴത്തേക്ക് ഒരരിമ്പാറ പോലും അവിടെ പിന്നെ കണ്ടതേ ഇല്ല. ഇന്നേ വരെ ഞാൻ ദിവസവും അവിടെ നോക്കുകയും ചെയ്യും. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഉള്ളിലൊരു പേടി കൊണ്ട്, ഒരു ക്യാൻസർ പേഷ്യൻറ്റും കൂടെ ആയതുകൊണ്ടുള്ളൊരു പേടി കൊണ്ട് ഞാൻ നോക്കുകയും ചെയ്യും. പക്ഷെ ഒന്നുപോലും അവിടെ ഇല്ല. എൻ്റെ ശരീരം എങ്ങനെയാണോ എൻ്റെ ശരീരം ഇരുന്നത് അതുപോലെയായി. കഴിഞ്ഞ മാസം മുതൽ എനിക്ക് പീരീഡ് ആകുമ്പോൾ അത് നോർമലായിട്ട് ബ്ലഡ് വരുന്നുള്ളൂ. പാഡ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഒരു വേദനയോ ചൊറിച്ചിലോ ഒന്നും തന്നെ ഇല്ല. അമ്മ മാതാവിനെ അതിൽ നിന്നും പൂർണ്ണമായിട്ട് മുക്തയാക്കി. അവിടെ ക്യാൻസർ തന്നെ വരുമെന്ന് അതും
തിരുവനന്തപുരത്തെ കിംസ് ഹോസ്പിറ്റലാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും ഫേമസായ ഹോസ്പിറ്റലാണ്. അവിടെയുള്ള ഡോക്ടർമാർ വിധി എഴുതി ഇതിന് ക്യാൻസർ തന്നെയാണ്. ബയോപ്സി ചെയ്തപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും വീണ്ടും അവർ ഒന്നുകൂടെ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ഇനി ഹോസ്പിറ്റലിൽ പോകില്ല എന്ന് തന്നെ തീരുമാനിച്ചത്. പക്ഷേ അത് ഈ ഉടമ്പടി ഉപ്പ് വഴി അത്രത്തോളം വിശുദ്ധിയുണ്ടെന്ന് അന്നാണ് അതിനുള്ള മേന്മ എനിക്ക് മനസ്സിലായത്. അതിന് തൊട്ടു മുമ്പ് ഞങ്ങൾക്കൊരു ലോണ് കിട്ടാതെ ആയപ്പോഴത്തേക്ക് പോലും ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കുരിശടിയിൽ ചെന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. ഞങ്ങൾക്ക് ആ ലോൺ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വീട്ടു ചെലവിന് പോലും കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു. ഈ ലോൺ പൈസ എടുത്ത് തന്നെയാണ് ഞാൻ കാരുണ്യ പ്രവൃത്തിയും ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ മാതാവ് നമുക്കത് എന്തെങ്കിലും തരുമെന്നുള്ള ആ പ്രതീക്ഷയെ തന്നെ തരുമെന്ന് വെച്ചാൽ എൻ്റെ അസുഖം കുറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ചിലവൊന്നുമില്ല, ഞങ്ങൾ നിത്യേന ചിലവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ബാങ്കിൽ പോയപ്പോഴത്തേക്ക് ലോണൊന്നും കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഇവിടെ സാക്ഷ്യങ്ങളിലൂടെ കേട്ട വാചകം വെച്ച് തന്നെ ഈ ഉടമ്പടി ഉപ്പ് ഞാൻ അന്ന് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചു. തരില്ല എന്ന് പറഞ്ഞ ലോണ് അന്ന് തന്നെ ഞങ്ങൾക്ക് അനുവദിച്ചു. അന്നും അതിൻ്റെ ആ മേന്മ മനസ്സിലാക്കാത്ത ഞാനാണ് വീണ്ടും 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഉടമ്പടി ഉപ്പ് തേച്ച് എനിക്ക് അരുമ്പാറകളെല്ലാം മാറിയത്. അതിൽ നിന്നെല്ലാം എനിക്ക് അമ്മമാനോട് തിരുമാനോട് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. എൻ്റെ ഞാൻ ലോണെടുത്തും കടം വാങ്ങിയൊക്കെ തന്നെയാണ് കാരുണ്യ പ്രവൃത്തികൾ ഇതുവരെയും ചെയ്തിട്ടുള്ളത്. ഇനി സ്വന്തമായിട്ടൊരു വരുമാനം കിട്ടണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നിരുന്നാലും ഹസ്ബൻഡ് പണി ചെയ്ത പൈസയിൽ നിന്ന് എന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയെല്ലാം ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ഇപ്പം ഞാൻ സ്വന്തമായി ചെന്ന് എന്നെ കടകൾ തോറും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാവർക്കും ഞാൻ വയ്യാതൊക്കെ ഇരിക്കുന്ന അമ്മൂമ്മമാർക്കൊക്കെ തൈലം തേച്ച് തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ച് തന്നെയാണ് പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നതും എല്ലാം ചെയ്യുന്നതും. പിന്നെ ഡെയിലി ബ്രെഡ് മുടങ്ങാതെ കൂടാറുണ്ട്. ഉടമ്പടി ധ്യാനവും ഞാൻ കാണാറുണ്ട്. പിന്നെ ജോമോൾ സിസ്റ്ററുടെ ജീവവയസ്സുകൾ ഞാൻ ഞായറാഴ്ച ഒരു ദിവസം മുടങ്ങിയിട്ടില്ല. ഇതെല്ലാം ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുവരെ ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനോട് തിരുവന്മാരനോടും ഒരുപാട് ഞാൻ നന്ദി പറയുന്നു. ജെറമിയ 17:14 കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ആശ എന്ന ഈ അക്രൈസ്തവ മകൾ ഉടമ്പടി ജീവിതത്തിലൂടെ നേടിയ വലിയ രോഗസൗഖ്യങ്ങളെയും ജീവിത ക്ലേശ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടതും നന്ദിയോടുകൂടി അമ്മയുടെ സന്നിധിയിൽ വെളിപ്പെടുത്തുകയാണ്. ഒത്തിരി അനുഗ്രഹങ്ങളാണ് മകൾ ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവച്ചത്. ആദ്യം സൂചിപ്പിച്ചത് 62 ലക്ഷം രൂപയുടെ കടബാധ്യത, അത് വീട് വെച്ചതിൻ്റെ രോഗചികിത്സയുടെ ബാധ്യതകളായി നിൽക്കുന്നു. ഒരു തരത്തിലും അത് പരിഹരിക്കാനാവാതെ ക്ലേശിക്കുന്നു. ഒരു പുരയിടം വിൽക്കുവാൻ നോക്കിയിട്ട് ഏറെ നാൾ, വർഷത്തിലേറെ പരിശ്രമിച്ചിട്ടും അതിന് ആരും നോക്കി വരികയോ വില പറയുകയോ പോലും ചെയ്യാതെ നിൽക്കുന്നു. വീടും പുരയിടവും വിൽക്കാൻ നോക്കിയിട്ട് അതിനും യാതൊരു രക്ഷയുമില്ലാതെ ആ കടബാധ്യത കൂടുന്നതല്ലാതെ പരിഹാരമൊന്നും കിട്ടുന്നില്ല. അങ്ങനെയാണ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത്. സഹോദരി സൂചിപ്പിച്ച് ഉടമ്പടി എടുത്ത് 3 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ആ ബാധ്യതകളൊക്കെ തീരും വിധത്തിൽ അമ്മ മാതാവ് സഹായിച്ചുവെന്ന്. അതിൻ്റെ കൂടെ ഒരു കാര്യം ചേർത്ത് പറയുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, എത്ര തുക സ്ഥലം വിറ്റ് വേണമെന്ന് അമ്മയുടെ സന്നിധിയിൽ എഴുതി വെക്കണം. അങ്ങനെയാണ് 57 ലക്ഷം രൂപ നമുക്ക് ആ സ്ഥലം വിറ്റാൽ കിട്ടണമെന്ന ഒരു തുക അമ്മയുടെ സന്നിധിയിൽ എഴുതി വെക്കുന്നത്. ഉടമ്പടിയിൽ നമ്മളെപ്പോഴും കാണുന്നത്, നമ്മൾ വിശ്വാസത്തോടെ സംശയമില്ലാതെ അമ്മയുടെ കരങ്ങളിൽ ഏത് വിഷയം ഏൽപ്പിച്ചു കൊടുത്താലും അമ്മ അച്ചിട്ടതുപോലെ നമുക്കത് അനുവദിച്ചു തരും. അതാണ് ഒടുവിൽ 3 മാസം തികയുന്നതിന് ദിവസങ്ങൾ മിച്ചമുള്ളപ്പോൾ ആ സ്ഥലത്തിൻ്റെ കച്ചവടം നടന്ന് എഴുതി കഴിയുമ്പോൾ വാങ്ങിയവർ 57 ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം വാങ്ങി എന്നത് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. എന്താണോ അമ്മയോട് പറയുന്നത്, അമ്മ അതുപോലെ തന്നെ അന്ന് വരെ നോട്ടമില്ലാത്തത്, ആരുമൊന്ന് വില പറയാത്തത്, ഒരിക്കലും വിറ്റുപോകില്ലെന്ന് കരുതിയത്, അമ്മ മാതാവ് അത് ആ സ്ഥലത്തിൻ്റെ വില നിലവാരം പോലും ഉയർത്തിയിട്ട് കുടുംബം ആഗ്രഹിച്ചതുപോലെ ഭാരം ലഘൂകരിച്ചു കൊടുത്തുകൊണ്ട് ആ കച്ചവടം പൂർത്തീകരിച്ചു കൊടുക്കുന്നു. സഹോദരിക്ക് ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, DVT എന്ന അസുഖം വളരെ ഗൗരവത്തിലുള്ളതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ സഹോദരി സൂചിപ്പിച്ചു. അത് ഇന്ന് ഉടമ്പടിയിലായിരിക്കുമ്പോൾ അതിൽ നിന്ന് വിടുതലും
അതിൻ്റെ ക്ലേശങ്ങളിൽ നിന്ന് കുറവും കൊടുത്ത് സഹോദരിയെ സൗഖ്യപ്പെടുത്തിയതിനെ സാക്ഷ്യപ്പെടുത്തി. അതോടൊപ്പം ബർത്തോളിൻ സിസ്റ്റ്, ജനറ്റിക് ഏരിയയിൽ വരുന്ന സിസ്റ്റിൻ്റെ ഗുരുതരമായ വിഷയങ്ങളെ സഹോദരി സൂചിപ്പിച്ചു. അതുമൂലം ഏറെ ക്ലേശം അനുഭവിച്ചത്, 35 ദിവസത്തിൽ 3 തവണ പീരീഡ്സ് വരുന്നത്, അത് പാഡ് വെക്കുവാൻ പോലും ആവാത്ത ക്ലേശാവസ്ഥയിൽ ടോയ്ലറ്റിൽ തന്നെ ആ ദിവസങ്ങളിൽ രാപകൽ ചെലവഴിച്ചിരുന്ന കാര്യങ്ങൾ ഒക്കെ സഹോദരി തുറന്ന് നമ്മളോട് പറയുകയായിരുന്നു. അത്ര കണ്ട് ജീവിതം ദൈന്യതയിലേക്ക് പോയപ്പോഴും അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ് അവ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പിലൂടെ അരിമ്പാറ പോലെ വന്ന ബർത്തോളി സിസ്റ്റ് മറ്റൊരു ചികിത്സയുമില്ലാതെ പൂർണ്ണമായി അടർന്നു മാറി ആ രോഗം സൗഖ്യത്തിലേക്ക് മാറിയതും സാധാരണ പോലെ ഇപ്പോൾ പീരീഡ്സ് ആയതിനെയും സഹോദരി സാക്ഷ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഓരോ വിഷയത്തെയും മോളുടെ വിഷയങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞ് ഏറ്റുപറയുക. മരുന്നിന് മാറ്റാനാവാത്തത്, ചികിത്സയില്ലെന്ന് പറയുന്നത്, മരണത്തോളം എത്തുമെന്ന് പറയുന്നത്, ജീവിതം കൈവിട്ടുപോയെന്ന് പറയുന്നത്, കടബാധ്യതയിൽ മുങ്ങിത്തീരുമെന്ന് പറയുന്നത് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ വലിയ അത്ഭുതങ്ങൾ വിസ്മയകരമായി അമ്മയും തിരുക്കുമാരനും ജീവിതത്തിലേക്ക് ഏൽപ്പിച്ചു തരും. സമയക്കുറവിന് നമുക്ക് നേടിത്തരും. മരുന്നില്ലാതെ സൗഖ്യം തരും. നമുക്ക് നോക്കുവാനില്ലാത്തപ്പോഴും ദൈവം നോക്കിക്കൊണ്ട് നല്ല വിലയിൽ നമുക്ക് എന്താണോ മാറ്റിത്തരേണ്ടത് മാറ്റിത്തന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുമെന്ന്. അതുകൊണ്ടാണ് ഉടമ്പടി എപ്പോഴും നമ്മൾ പറയുക, അസാധ്യമായ കാര്യങ്ങൾ മാത്രം നിയോഗം എഴുതി വയ്ക്കുക. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ജീവിതം ശുഭകരമാക്കുമെന്ന പ്രത്യാശയോടുകൂടി ജീവിതത്തിൻ്റെ ഏതൊരു ദൈന്യതയെയും അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. നിങ്ങൾക്കത് അനുഗ്രഹമായി പരിണമിക്കുന്നത് കാണുവാനാകുമെന്ന്. അതിൻ്റെ ശക്തമായ സാക്ഷ്യം, ക്ലേശങ്ങൾ മാത്രം നെയ്തെടുത്തൊരു ജീവിതത്തിൽ അമ്മ ഇടപെട്ടുകൊണ്ട് ഇന്ന് സൗഖ്യം, സമാധാനം, സന്തോഷം, ബാധ്യതകളില്ലാത്ത ജീവിതം ഈ മകൾക്കും കുടുംബത്തിനും നൽകിയത് ഈ അൾത്താരയിൽ ഏറ്റുപറയുകയാണ്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക്